ഓക്കെ. അതായത് സെൻസസ് വളരെ ഇമ്പോർട്ടൻ്റ് ആയിട്ടൊരു കാര്യമാണ്. കാരണം നമ്മൾ സെൻസസ് ഒരു കാരണവശാലും നമുക്ക് ഗവനിക്കാതിരിക്കാൻ സാധിക്കില്ല. കാരണം നമ്മുടെ ഭാവിയിലേക്കുള്ള ഒരു ചൂണ്ടുവലയാണ് സെൻസസ്. അത് ഏത് തരത്തിലുള്ള സെൻസസ് ആയാലും ഇത്തരത്തിലുള്ള സെൻസസ്. അതുകൊണ്ട് നമ്മുടെ സെൻസസ് നമ്മുടെ ഭാവി എന്നുള്ള നമ്മുടെ കേന്ദ്ര സർക്കാരിന്റെ തന്നെ ഒരു മോട്ടോ ആണ്. അത് ഞാൻ ആദ്യം കാണിച്ചിരിക്കുന്നത്. ഈ ഉദാഹരണത്തിൽ പറയുന്ന എല്ലാ വസ്തുക്കളും ആധികാരികതകളാണ്. ഞാൻ നേരത്തെ പറഞ്ഞു, ഗവേഷണ സ്ഥാപനങ്ങളൊക്കെ പ്രസിദ്ധീകരിച്ചിട്ടാണ്. ഇതിന്റെ അവസാനം അതിന്റെ പട്ടിക കൊടുത്തിട്ടുണ്ട്. ഞാൻ കുറച്ച് സ്പീഡിൽ പോകും, കാരണം വെച്ചാൽ ഇനി ഒരു കാര്യം എനിക്ക് പറയാനുള്ളത്, ഇതിന്റെ ആക്ച്വൽ പ്രസന്റേഷൻ എന്ന് പറഞ്ഞാൽ 1.25 മണിക്കൂർ പ്രസന്റേഷൻ ഉള്ള ഒരു സാധനമാണ്. അത് ഞാൻ കട്ട് ഡൗൺ ചെയ്തിട്ട് സ്ലൈഡിന്റെ എണ്ണമൊക്കെ കുറച്ചിട്ടുണ്ട്. 1.25 മണിക്കൂറാണ്. സ്ലൈഡിന്റെ എണ്ണമൊക്കെ കുറച്ചു, വളരെ കട്ട് ഡൗൺ ചെയ്തു. എന്നാൽ പോലും നമുക്ക് വളരെ വേഗത്തിൽ ഒരു 50 മേൽ സ്ലൈഡ് ഇപ്പോഴും ഉണ്ട്, എത്ര ചുരുക്കിയിട്ടും. അപ്പൊ ഞാൻ വളരെ വേഗത്തിലായിരിക്കും. അതുകൊണ്ട് ഇതിനകത്ത് സ്ലൈഡ് നമ്പർ ഞാൻ കൊടുക്കുന്നുണ്ട്. ആ സ്ലൈഡ് നമ്പർ എന്തെങ്കിലും സംശയം ആർക്കെങ്കിലും എപ്പോഴും ഉണ്ടെങ്കിൽ ആ സ്ലൈഡ് നമ്പർ വെച്ചിട്ട് നമുക്ക് കാണാവുന്നതാണ്. സംശയം നോട്ട് ചെയ്താൽ നമുക്ക് പിന്നീട് പറയാവുന്നതാണ്. എനിവേ, ആസാം, പശ്ചിമ ബംഗാൾ, പുനിയ, ബീഹാറിലെയും ഝാർഖണ്ഡിലെയും സന്താൽ പർഗാന, പശ്ചിമ ഉത്തർപ്രദേശ്, ഉത്തരാഖണ്ഡ്, ഹരിയാന, ഇത്തരത്തിലെ പല ഭാഗങ്ങളിൽ 20-ാം നൂറ്റാണ്ടിൽ മതപരമായ ജനസംഖ്യ അനുപാതത്തിൽ വലിയ തകിടം മറിച്ചുകൾ. അപ്പൊ കേരളത്തിൽ മാത്രമല്ല, ഈ ഭാരതത്തിന്റെ വിവിധ സ്ഥലങ്ങളിൽ ഇത്തരത്തിലുള്ള തകിടം മറിച്ചിലുകൾ നടന്നിട്ടുണ്ട്. ഈ ഭാരതത്തിലെ ഈ വിവിധ ജനസമൂഹത്തിന്റെ കാണിക്കുന്നത് പ്രത്യേകിച്ച് പറയേണ്ട ആവശ്യമില്ല. അതിനകത്ത് കളർ മാർക്കിംഗ് ഉണ്ട്. ഹിന്ദുക്കളെ സ്പ്രെഡ് ചെയ്ത് കാണാം. ക്രിസ്ത്യൻ, ബുദ്ധ, സിഖ്, ഇസ്ലാം തുടങ്ങിയതായിട്ടുണ്ട്. കാരണം ഞാനിത് കൂടുതലും എന്തുകൊണ്ടാണ് റിലീജിയസ് എന്ന് വെച്ചാൽ ഇതിനകത്തൊരു സാമൂഹ്യ ഇംബാലൻസ്, ഒരു സോഷ്യൽ ഇംബാലൻസ് ആണ് ഇതിനകത്ത് സംഭവിക്കുന്നത്, നമുക്ക് പിന്നീട് കാണാൻ സാധിക്കും. അതുകൊണ്ടാണ് ഈ വിഷയം ഇത്തരത്തിൽ അവതരിപ്പിക്കുന്നത്. അതുകൊണ്ടാണ് ഇവിടെ പ്രധാനപ്പെട്ട 3 മതങ്ങളുടെ അവാന്തര വിഭാഗങ്ങളുടെ ജനസംഖ്യയും ശിശുമരണം, ജനസംഖ്യ വളർച്ചയും, മരണനിരക്കും, സാമ്പത്തിക സ്ഥിതിയും വിശകലനം ചെയ്യുന്നുണ്ട്. അത് കേരളത്തിലെ പ്രധാനപ്പെട്ട 3 മതവിഭാഗങ്ങളുടെ അത് ചർച്ച ചെയ്യുന്നതോടുകൂടി മൊത്തം കേരളത്തിന്റെ ആകും. അതുകൊണ്ട് അത് 3ഉം സെപ്പറേറ്റ് ആയിട്ട് മൊത്തം കേരളത്തിന്റെ 3ആയിട്ട് ഡിവൈഡ് ചെയ്തിട്ടാണ് പല കാര്യങ്ങൾ എടുത്തിരിക്കുന്നത്. ഇപ്പൊ നമുക്ക് മൈനോറിറ്റി റൈറ്റ്സ് കുറച്ചധികം കൂടുതൽ വന്നുകൊണ്ട് ഹിന്ദുക്കൾക്ക് കുറച്ച് പിന്നോക്കം പോയിട്ടുണ്ട്. അത് നമുക്ക് കാണാൻ സാധിക്കും. ആ ഒരു വിചാരം കൊണ്ടാണ് ഇത്തരം ഒരു പ്രസന്റേഷൻ കുറച്ച് വർഷങ്ങളായിട്ട് ഞാൻ ചെയ്തുകൊണ്ടിരിക്കുന്നത്. നമുക്ക് തുടക്കം ഞാൻ കുറച്ച് സ്പീഡിൽ പോകുന്നതുകൊണ്ട് ക്ഷമിക്കണം, കാരണം ഞാൻ സമയം നമുക്ക് തികയാത്തതുകൊണ്ടാണ്. നമ്മൾ 1901 മുതൽ 2011 വരെ കേന്ദ്ര സർക്കാർ പുറപ്പെടുവിച്ചിരിക്കുന്ന ബ്രിട്ടീഷുകാരുടെ കാലം മുതൽ ഉണ്ടായിരുന്ന സെൻസസിന്റെ കണക്കനുസരിച്ചുള്ള പ്രസന്റേഷനാണ് നമ്മുടെ മുന്നിൽ കാണുന്നത്. അതിനകത്ത് 1901 ഓരോ വിഭാഗത്തിന്റെ ജനസംഖ്യ നമുക്ക് കാണാൻ സാധിക്കും. ഹിന്ദുസ് ഉണ്ട്, ക്രിസ്ത്യൻസ് ഉണ്ട്, മുസ്ലിംസ് ഉണ്ട്. ടോട്ടൽ ജനസംഖ്യ കാണാൻ പറ്റും. ഇതൊരു ഗ്രോത്ത് പാറ്റേൺ നമ്മൾ കാണുന്നുണ്ട്. ഈ ഗ്രോത്ത് പാറ്റേൺ ശ്രദ്ധിച്ചാൽ മനസ്സിലാവും. ഇത് ഒരു പർട്ടിക്കുലർ ഇയർ കഴിഞ്ഞിട്ട് അത് തിരിച്ച് വളഞ്ഞു വരുന്നതായിട്ട് നമുക്ക് കാണാൻ സാധിക്കും. അതുകൊണ്ട് ഞാനിപ്പോ എന്റെ ലേസർ കാണാമായിരിക്കും. അതിന്റെ 2001 മുതൽ ഇത് തിരിയുന്നുണ്ട്. ഈ നേരത്തെ ഉണ്ടായിരുന്ന ഒരു 1931 മുതൽ ഏതാണ്ട് 61 വരെ ഏതാണ്ട് ഒരു പ്രദേശത്ത് ഏകദേശം ഒരു വളരെയധികം ഫാസ്റ്റായിട്ട് കൂടുതൽ മേളിലോട്ട് പൊയ്ക്കൊണ്ടിരുന്നെങ്കിൽ പിന്നീട് അത് ചെരിഞ്ഞ് ഈ 2001 മുതൽ കൂടുതൽ റൈറ്റിലേക്ക് തിരിയുന്നതായിട്ട് നമുക്ക് കാണാൻ സാധിക്കുന്നുണ്ട്. അതിന്റെ ബാക്കി ചിത്രം പുറകോട്ട് കാണാം. പിന്നെ വേറൊരു പ്രധാനപ്പെട്ട കാര്യം, ഏതാണ്ട് അതേ ഒരു പാറ്റേൺ നമ്മുടെ ഹിന്ദു കമ്മ്യൂണിറ്റി ഫോളോ ചെയ്യുന്നതായിട്ട് നമുക്ക് കൂടെ കാണാം. അതുപോലെ മുസ്ലിം കമ്മ്യൂണിറ്റി, ക്രിസ്ത്യൻ കമ്മ്യൂണിറ്റി, ഇതാണ് ഈ ക്രിസ്ത്യൻ കമ്മ്യൂണിറ്റിയുടെ അവരും അതുകൊണ്ട് ഇത് 3 ഏതാണ്ട് ഒരേ പാറ്റേൺ ഫോളോ ചെയ്യുമ്പം വ്യത്യസ്തമായിട്ടൊരു പാറ്റേണിൽ കൂടാണ് ഈ മുസ്ലിം കമ്മ്യൂണിറ്റിയുടെ പോകുന്നത്. ഞാനിപ്പോ ഈ കാണിക്കുന്ന ഗ്രീൻ ലൈനാണ് മുസ്ലിം. അത് മേലോട്ട് പോവാണ്. ഇത് 3 ഒരു പാറ്റേൺ ആണ്. ഇതൊരു വ്യത്യസ്ത പാറ്റേണിലാണ് പോയിക്കൊണ്ടിരിക്കുന്നത്. അത് എന്താണ് നമുക്ക് ഇനി കൂടുതൽ പുറകോട്ട് ചിന്തിക്കുമ്പോൾ അറിയാം. ഇവിടെ നമ്മൾ അതിന്റെ അനാലിസിലാണ് ഇപ്പൊ ഈ അടുത്ത പിക്ചറിൽ കാണുന്നത്. ഇവിടെ നമ്മൾ എടുത്തിരിക്കുന്നത് പെർസെൻറ്റേജ് ചേഞ്ച് ആണ്. ആക്ച്വലി 1901 ആകെയുള്ള ജനസംഖ്യ 100% എടുത്താൽ അതിനകത്ത് 68.5 ഹിന്ദു, 17.5% മുസ്ലിംസ് ആൻഡ് 14% ക്രിസ്ത്യൻസ് എന്നുള്ള ഒരു രീതിയിലായിരുന്നു നമ്മൾ 1901. ഈ ഹിന്ദു ജനസംഖ്യ വർധനവ് അത് പെർസെൻറ്റേജ് നമുക്കറിയാം താഴോട്ടാണ് പോകുന്നത്. മറ്റേ ഗ്രാഫിൽ നമുക്കത് വ്യക്തമല്ലെങ്കിൽ ശരിക്കും ഇൻഡിവിജ്വലായിട്ട് അനലൈസ് ചെയ്യുമ്പോൾ നമുക്ക് മനസ്സിലാവുന്നത് 68.5% ആകെ ജനസംഖ്യയുടെ 68.5% ഉണ്ടായിരുന്ന ഹിന്ദു ജനസംഖ്യ കുറഞ്ഞ് 54.9% ഇങ്ങനെ കൂപ്പൂത്തി വരികയാണ്. അതുപോലെ ക്രിസ്ത്യൻ ജനസംഖ്യ 14 അവർക്കൊരു 1941 നമുക്കിവിടെ കാണാൻ സാധിക്കും ഒരു വളർച്ച, വളരെയധികം നല്ലൊരു വളർച്ചയിലേക്ക് വന്നു. ഒരു സമയത്ത് മുസ്ലിം കമ്മ്യൂണിറ്റിയെക്കാട്ടിൽ താഴെയായിരുന്നത് മേളിലോട്ട് കയറി അവർ വർഷങ്ങളോളം 1971 വരെ ആ വളർച്ചയിൽ അല്ലെങ്കിൽ അവിടെ പിടിച്ചു നിന്നു. പക്ഷെ അത് താഴോട്ട് പോയി. അവിടെ നമുക്ക് മുസ്ലിം കമ്മ്യൂണിറ്റി നമ്മൾ കാണേണ്ടത് 71 ശരിക്കും 61 സ്റ്റാർട്ട് ചെയ്താണ്. ഈ വരെ നോക്കിയാൽ അറിയാൻ പറ്റും ഏതാണ്ട് ഇങ്ങനെ പോവാണ്, അതിന് വളവും തിരിവൊന്നും ഇല്ലാതെ മേലേക്ക് പോവാണ്. അപ്പൊ ഈ 1961 മുതൽ അതിന് ചില പ്രത്യേക കാരണങ്ങളുണ്ട്, രാഷ്ട്രീയ കാരണങ്ങളുണ്ട്. 1987 മുതൽ കേരളത്തിലെ ഒരു ഡെമോക്രാറ്റിക് ഗവൺമെന്റ് വന്നതിന് ശേഷം ഉണ്ടായിരുന്ന ചില മാറ്റങ്ങളുടെ അടിസ്ഥാനത്തിലും
ഗൾഫ് പെട്രോ ഡോളറിന്റെ ഇമ്പാക്ട്, അങ്ങനെ പല പല ഇമ്പാക്ട്സ് ഉണ്ട്. അപ്പോൾ അത് നമുക്ക് പ്രത്യേകം ചർച്ച ചെയ്യേണ്ട വിഷയമാണ്. അപ്പോൾ അതിന്റെ ഭാഗമായിട്ട് 61 മുതൽ ഇത് മേളിലോട്ട് പോവുകയാണ്. ഇത് തന്നെ കേരള പോപ്പുലേഷൻ ആകെ 100% നമ്മൾ പെഗ് ഡൗൺ ചെയ്ത് കഴിഞ്ഞാൽ എവിടെയാണ് ഇത് കംപ്രസ് ചെയ്ത് എവിടേക്കാണ് ഇതിന്റെ വളർച്ച ഓരോ വിഭാഗത്തിനും വന്നെന്ന് അറിയാൻ പറ്റും. ഇതങ്ങനെ 100-ൽ നമ്മൾ പെഗ് ഡൗൺ ചെയ്യുമ്പോൾ കാണേണ്ട കാര്യം, ഈ കമ്മ്യൂണിറ്റികൾ, അതായത് ക്രിസ്ത്യൻ കമ്മ്യൂണിറ്റിയും മുസ്ലിം കമ്മ്യൂണിറ്റിയും വളരെ തന്നെയായിരുന്നു. 14 മുതൽ 18 വരെ ക്രിസ്ത്യൻ ആണെങ്കിൽ 17 മുതൽ 26 വരെ. പക്ഷെ ഹിന്ദു കമ്മ്യൂണിറ്റി റെഗുലർലി ഫാളിംഗ് ഡൗൺ, കംപ്രസ് ചെയ്യാണ്. അപ്പൊ ഈ രണ്ടുപേരുടെയും വളർച്ചയുടെ ലോഡ് അല്ലെങ്കിൽ കംപ്രസ് ചെയ്യപ്പെട്ടത് ഹിന്ദു കമ്മ്യൂണിറ്റി ആണെന്നുള്ളത് വളരെ വ്യക്തമായിട്ട് നമുക്ക് ഇവിടെ കാണാൻ സാധിക്കും. ഇവർ അതായത് രണ്ട് കമ്മ്യൂണിറ്റി വളരുമ്പം വേറൊരു കമ്മ്യൂണിറ്റി അതിന്റെ കംപ്രഷനിലാണ്, അതായത് അതിന്റെ മൊത്തം പോപ്പുലേഷൻ കുറഞ്ഞു വരുന്നതായിട്ടുള്ള എക്സാക്ട്ലി നമുക്ക് മനസ്സിലാക്കാവുന്ന ഗ്രാഫാണ് നമ്മളിപ്പോൾ കണ്ടുകൊണ്ടിരിക്കുന്നത്. അടുത്തത് ഇൻക്രീസ് ഇൻ പോപ്പുലേഷൻ. ഞാൻ പറഞ്ഞത് 10 വർഷം കൂടുമ്പോഴാണ് ഈ സെൻസസ് വരുന്നത്. ഏറ്റവും ആധികാരിക ഇതെല്ലാം നമ്മൾ കണ്ടതെല്ലാം ആധികാരികമായ സെൻസസ് റെക്കോർഡിൽ നിന്ന് എടുത്തിട്ട് ഗ്രാഫാക്കി മാറ്റിയിരിക്കുന്നതാണ്. ഇവിടെ നമ്മൾ കാണുന്നത് 10 വർഷത്തെ ഒരു അനാലിസിസ് ആണ്, വളരെ പ്രധാനമാണ്. 10 വർഷത്തെ ആ ഗ്രാഫിൽ നമ്മൾ കാണുന്നത് എത്ര ഇൻക്രീസ് ചെയ്തു ഈ 10 വർഷം കൊണ്ടെന്നുള്ള. ഹിന്ദുസ് ഇൻക്രീസ് ചെയ്ത് 3,62,000, ക്രിസ്ത്യൻസ് 83,000, മുസ്ലിം കമ്മ്യൂണിറ്റി 10 ലക്ഷം, ആകെ 14,55,000 ഇൻക്രീസ് 10 വർഷം കൊണ്ട് ഇൻക്രീസ് ചെയ്തപ്പം അതിന്റെ ബൾക്ക് സംഭവിച്ചിരിക്കുന്നതാണ്. ആ ഗ്രാഫിൽ നിന്ന് നമുക്ക് അറിയാൻ പറ്റും 1 lakhs. അപ്പോൾ ഈ ക്രിസ്ത്യൻ കമ്മ്യൂണിറ്റി വളരെ പിന്നിലാണ്. ശരിക്കും പറഞ്ഞാൽ ഏറ്റവും പിന്നിലോട്ട് പോയിക്കൊണ്ടിരുന്ന കമ്മ്യൂണിറ്റി കേരളത്തിൽ ക്രിസ്ത്യൻ കമ്മ്യൂണിറ്റിയാണ്. അപ്പോൾ ഈ 10 വർഷത്തെ വളർച്ചാ നിരക്ക് ഈ ഗ്രാഫിൽ നിന്ന് വളരെ വ്യക്തമാണ്. ഇത് അത് തന്നെ പെർസെൻറ്റേജിലാണ്. ഇപ്പൊ നമ്മൾ നേരത്തെ കണ്ടത് ഫിഗേഴ്സിലാണെങ്കിൽ പെർസെൻറ്റേജ് ആണ്. ഈ 10 വർഷം കൊണ്ട് ഇതിനകത്ത് വളരെ പ്രധാനമുള്ള ഒരു വിഷയമുണ്ട്. ഒരു കമ്മ്യൂണിറ്റി എത്ര ശതമാനം വളരുന്നു, പലപ്പോഴും നമ്മൾ പല ചർച്ച, ഇത് ബേസ്ഡ് ഓൺ ആക്ച്വൽ സ്റ്റാറ്റിസ്റ്റിക്സ് ആണ് ഞാൻ ഈ കാണിച്ചിരിക്കുന്നത്. ആകെ കേരളത്തിന്റെ പോപ്പുലേഷൻ കഴിഞ്ഞ 10 വർഷം 2001 മുതൽ 2011 വരെ വളർന്നത് 4.57% ആണെങ്കിൽ അതിനകത്ത് ഹിന്ദുവിന്റെ ഗ്രോത്ത് റേറ്റ് ഈസ് ഓൺലി 2.02. ഇത് വളരെ പ്രധാനമാണ്. അവസാനം ഞാനിത് പറയാം. 1.38 ക്രിസ്ത്യൻ കമ്മ്യൂണിറ്റി, മുസ്ലിം കമ്മ്യൂണിറ്റിയുടെ ഗ്രോത്ത് 12.84. ഇതിൽ നിന്നും ഈ ഫിഗറിൽ നിന്നും നമുക്ക് ശരിക്കും പറഞ്ഞാൽ പ്രൊജക്ട് ചെയ്യാൻ പറ്റും ഫ്യൂച്ചറിൽ വരാൻ പോകുന്ന ഓരോ വർഷത്തെ ജനസംഖ്യയുടെ ഗ്രോത്ത്, ആകെ ഗ്രോത്ത് എങ്ങനെയായിരിക്കും, അതിൽ ഓരോ കമ്മ്യൂണിറ്റിയുടെയും ഗ്രോത്ത് എങ്ങനെയായിരിക്കും നമുക്ക് സ്റ്റാറ്റിസ്റ്റിക്കലായി പ്രൊജക്ട് ചെയ്യാൻ സാധിക്കും. അതുകൊണ്ട് ഇതാണ് ഒരു സ്ക്യൂഡ്. അതാണ് ഞാൻ പറഞ്ഞത്, ഈ കഴിഞ്ഞ സെഞ്ചുറിയുടെ തുടക്കത്തിൽ 1901 തുടങ്ങിയ സെൻസസിലെ വളരെയധികം മാറ്റം വന്നു. അതായത് ജനസംഖ്യാപരമായിട്ട് ഒരു കുത്തനെ തലകുത്തി മറിയലാണ് സത്യം പറഞ്ഞാൽ കേരളത്തിൽ പ്രത്യേകിച്ച് നടന്നിരിക്കുന്നത്. അതിന്റെ ഏറ്റവും വലിയ ഉദാഹരണമാണ് നമ്മുടെ മുന്നിൽ ഇപ്പൊ കാണുന്ന ഗ്രാഫിൽ കാണുന്നത്. ഇത് വളരെ പ്രധാനപ്പെട്ട ഒരു വിഷയമാണ്. അപ്പോൾ ഭാരതത്തിലെ മറ്റ് പ്രദേശങ്ങളിൽ വിഭിന്നമായി 1990 ഞാൻ പറഞ്ഞ കാര്യം തന്നെയാണ് ഇവിടെ എഴുതിയിരിക്കുന്നത്. അവിടെ സെയിം തിങ്. എല്ലാവർക്കും വായിക്കാൻ സാധിക്കും, വലിയ അക്ഷരമുണ്ട്, അത് ഞാനത് സമയമെടുത്ത് വായിക്കാത്തത്. ഹിന്ദു കമ്മ്യൂണിറ്റി താഴോട്ട് പോകുന്നു. ഇപ്പൊ അവിടെ കണ്ടതിന്റെ ഒരു വിശകലനമാണ്. ഇപ്പൊ നമുക്ക് ഈ 2011 സെൻസസ് പ്രകാരമുള്ള ഒരു സ്പ്രെഡ് നോക്കണേ, രണ്ട് കമ്മ്യൂണിറ്റിയുടെയും സ്പ്രെഡ്. ഈ ഹിന്ദുസിന്റെ സ്പ്രെഡ് ഈവൻ ആണ്, അതുകൊണ്ട് ഞാൻ അതിന് പ്രത്യേക ഒരു ഗ്രാഫ് എടുത്തിട്ടില്ല. പക്ഷെ ക്രിസ്ത്യൻ കമ്മ്യൂണിറ്റിയുടെ സ്പ്രെഡും മുസ്ലിം കമ്മ്യൂണിറ്റിയുടെ സ്പ്രെഡും കേരളത്തിൽ ജിയോഗ്രഫിക്കലായിട്ട് നമുക്ക് അറിയാൻ പറ്റും, നമുക്ക് ശ്രദ്ധിച്ചാൽ മനസ്സിലാവും. ഇത് ക്രിസ്ത്യൻ കമ്മ്യൂണിറ്റിയുടെ ഗ്രാഫ് നോക്കി, ഈ കൂടുന്ന ഈ കളർ അനുസരിച്ചാണ് അവരുടെ പെർസെൻറ്റേജ് ഓഫ് പോപ്പുലേഷൻ. ഏറ്റവും കൂടുതൽ സദേൺ കേരളയിലാണെങ്കിൽ മുസ്ലിം കമ്മ്യൂണിറ്റി ഏറ്റവും കൂടുതൽ കോൺസെൻട്രേറ്റ് നോർത്തേൺ കേരളയിലാണെന്ന് നമുക്ക് കാണാൻ സാധിക്കും. ഇതാണ് അവരുടെ ഗ്രോത്ത് സംഭവിച്ചത് 2011 സെൻസസ് പ്രകാരം ഉള്ള ഗ്രോത്തിന്റെ ഇതാണ്. ഇവിടെ രണ്ടും കൂടെ മിക്സ് ചെയ്തിട്ടാണ്. ആക്ച്വലി രണ്ടും കൂടെ മിക്സ് ആകുമ്പോൾ ആക്ച്വലി ഓൾ ഓവർ കേരള, സദേൺ കേരളയിലെ ഈ കണ്ട ബ്ലൂ ആൻഡ് നോർത്തേൺ കേരളയിൽ ഗ്രീൻ, അതായത് ടുഗദർ ദീസ് കമ്മ്യൂണിറ്റീസ് ഹാവ് കവേർഡ് ദി എൻറ്റയർ സ്റ്റേറ്റ്. അത് നമുക്ക് ഈ ഗ്രാഫിൽ നിന്ന് മനസ്സിലാവും. ഇനിയും ഹിന്ദു പോപ്പുലേഷൻ എങ്ങനെയാണ് 2011 സെൻസസ് പ്രകാരം പ്രത്യേകം കമ്മ്യൂണിറ്റി വൈസ് ഉള്ള നമ്മുടെ വിവരമാണിത്. ഇത് ഈഴവ വിഭാഗം, നമ്മൾ ഹിന്ദുവിന്റെ ശരിക്കും പറഞ്ഞാൽ കാസ്റ്റ് എന്നുള്ള രീതിയിൽ ഏറ്റവും കൂടുതൽ ഈഴവർ, ഇത് ലക്ഷത്തിലാണ്. നമുക്ക് ആകെ 182.8 ലക്ഷം ഹിന്ദുക്കളാണുള്ളത്. 72.15 ഈഴവർ, ഇത് നമുക്ക് വായിക്കാം. നായർ 40.01, പട്ടികജാതി പട്ടികവർഗം 32, വിശ്വകർമ്മ 12, ബ്രാഹ്മണർ 4, നാട വിഭാഗം 1, മറ്റ് ചെറിയ ചെറിയ വിഭാഗങ്ങളാണ്. 1% താഴെയുള്ള എല്ലാവരും കൂടെ കൂട്ടിയിട്ടാണ് 21. ഇതാണ് നമ്മുടെ ഹിന്ദു കമ്മ്യൂണിറ്റിയുടെ ഡിവിഷൻ. ലാക്സ് ആണ് നമുക്ക് കാണാൻ പറ്റുന്നത്. ഇത് മുസ്ലിമിന്റെ ഒരു സെക്ട് എന്നാണ് പറയുന്നത്. നമ്മൾ സെക്ട് വൈസ് സുന്നിയാണ് അവരുടെ ഏറ്റവും കൂടുതൽ 83, അവർ ഒന്നിച്ച് 89 ലാക്സ് ഉണ്ട്. വാസ്റ്റ് മെജോറിറ്റി സുന്നി മുസ്ലിംസ് ആണ് 83.24, 5.76. ഇവിടെ എനിക്ക് ഒരു കാര്യം കൂടെ പറയാനുണ്ട്. ഈ 83.24 വരുന്ന സുന്നി വിഭാഗമാണ് കേരളത്തിലെ മൊത്തം പോപ്പുലേഷന്റെ ആകെ പോപ്പുലേഷൻ 25%. അതായത് 4 പേര് നമ്മൾ റോഡിൽ കണ്ടാൽ
വൺ ഓഫ് ദം, അതിൽ ഒരാളൊരു സുന്നി മുസ്ലിം ആയിരിക്കും. അങ്ങനെ 25% ഇന്ന് സുന്നി മുസ്ലിംസ് മാത്രം ഒരു ജനസംഖ്യ ഇന്ന് കേരളത്തിൽ നിലനിൽക്കുന്നു. ഞാൻ 2011 ഇപ്പൊ അതിലും കൂടുതലാണ്. ഞാൻ ബേസ്ഡ് ഓൺ 2011. ഇത് ക്രിസ്ത്യന്റെ ഡിനോമിനേഷൻ ആണ്. ഇത് സീറോ മലബാർ, നമുക്ക് വായിച്ചാൽ മനസ്സിലാവും. ലത്തീൻ 9, സീറോ മലബാർ ആണ് ഏറ്റവും കൂടുതൽ 23.46, ലത്തീൻ, ഓർത്തഡോക്സ്, യാക്കോബ, സീറോ മലങ്കര, മർത്തോമ, CSI, പെന്തക്കോസ്റ്റൻ ബ്രദറൻ, ദളിത് ക്രിസ്ത്യൻ, മറ്റു വിഭാഗങ്ങൾ ലെസ് ദാൻ 1% ഉള്ള എല്ലാം കൂടെ 3.61. ഇതാണ് ക്രിസ്ത്യൻ കമ്മ്യൂണിറ്റിയുടെ ഡിനോമിനേഷൻ. അപ്പൊ ഇതില് പ്രത്യേകിച്ച് ഞാൻ എഴുതുക വെച്ചാൽ ഞാൻ എറണാകുളത്തുകാരനായതുകൊണ്ട് മാത്രമല്ല, ഇന്ത്യയിലെ ഏറ്റവും കൂടുതൽ ക്രിസ്ത്യൻസ് ഉള്ള ഒരു ഡിസ്ട്രിക്റ്റ് ആണ് എറണാകുളം ഡിസ്ട്രിക്ട്. കേരളത്തിലെ 20.3% ക്രിസ്ത്യൻസ് എറണാകുളം ജില്ലയിൽ താമസിക്കുന്നു. അതുകൊണ്ട് എറണാകുളം ഈ ഭാരതത്തിന്റെ ഭൂപടത്തിൽ തന്നെ ക്രിസ്ത്യാനികളെ സംബന്ധിച്ചിടത്തോളം വളരെ പ്രധാനപ്പെട്ട ഒരു സ്ഥലമാണ്. ഇത് നമ്മൾ ഓരോ ജില്ലാടിസ്ഥാനത്തിലുള്ളതാണ്, വിവിധ മതവിഭാഗങ്ങൾ. ഇത് ടോട്ടൽ എടുക്കുമ്പോഴാണ് നമ്മുടെ ജനസംഖ്യയുടെ ടോട്ടൽ കിട്ടുന്നത്. ഇവിടെ നമുക്ക് നോക്കി അറിയാൻ പറ്റും. ഇത് ഈ ഓറഞ്ച് കളർ കാണുന്നത് ഹിന്ദുസ്, എല്ലായിടത്തും തന്നെയാണ് ഞാൻ ഫോളോ ചെയ്യുന്നത്. ഗ്രീൻ കളർ കാണുന്നത് മുസ്ലിം കമ്മ്യൂണിറ്റി, ആൻഡ് ബ്ലൂ കളർ കാണുന്നത് ക്രിസ്ത്യൻ കമ്മ്യൂണിറ്റി. ഇവിടെ നമുക്ക് ഏകദേശം ഇതിനകത്തൂടെ നമ്മളൊന്ന് സഞ്ചരിച്ചു കഴിഞ്ഞാൽ ഏതൊക്കെ കമ്മ്യൂണിറ്റി എവിടെയൊക്കെ എങ്ങനെ എക്സിസ്റ്റ് ചെയ്യുന്നു എന്ന് കാണാം. പക്ഷെ അതിനകത്ത് ഞാൻ പെട്ടെന്ന് എല്ലാവർക്കും കാണാവുന്ന കാര്യമാണത്. എവിടെ ഏത് കമ്മ്യൂണിറ്റി എവിടെയാണ് കൂടുതൽ കുറവ് എന്നൊക്കെ കാണുമ്പോൾ മറ്റൊരു കാര്യം എൻ്റെ ശ്രദ്ധയിൽപ്പെട്ടിരിക്കുന്നത്, ഈ ക്രിസ്ത്യൻ കമ്മ്യൂണിറ്റി കൂടുതൽ ശക്തമായിട്ടുള്ളിടത്ത് മുസ്ലിം കമ്മ്യൂണിറ്റിയുടെ, ഞാൻ നേരത്തെ കേരളത്തിന്റെ മാപ്പ് പൊതുവെ കാണിച്ചപ്പോൾ ഞാൻ പറഞ്ഞു വടക്കും തെക്കുമായിട്ടുള്ള വ്യത്യാസം. അവിടെ നമ്മൾ കാണേണ്ടത് ഈ ക്രിസ്ത്യൻ കമ്മ്യൂണിറ്റി പ്രബലമായി വരുന്നിടത്ത് മുസ്ലിം കമ്മ്യൂണിറ്റിയുടെ വളരെ കുറവാണ്. അതുപോലെ മുസ്ലിം കമ്മ്യൂണിറ്റി വളരെ പ്രബലമായിട്ട് സ്ഥലത്ത് ക്രിസ്ത്യൻ കമ്മ്യൂണിറ്റി വളരെ കുറവാണെന്നുള്ളത് നമുക്ക് ഇതിന്റെ ഒരു പ്രത്യേകതയായിട്ട് കാണാൻ സാധിക്കും. ഇത് കമ്മ്യൂണിറ്റി വേസ്, ഈ കേരളത്തിലെ മൊത്തം കമ്മ്യൂണിറ്റീസ് നമ്മൾ എടുത്തിരിക്കുക. അതായത് ക്രിസ്ത്യൻ, മുസ്ലിം, ഹിന്ദു, ഇവരുടെ ഹിന്ദുവിന്റെ ജാതി, ക്രിസ്ത്യാനി ഡിനോമിനേഷൻ, മുസ്ലിംസിന്റെ സെക്സ് എല്ലാം ചേർത്ത് കഴിഞ്ഞാൽ ഏതാണ് മോസ്റ്റ് സിംഗിൾ ഔട്ട് ഓഫ് ദിസ് എന്നുള്ളത്. അത് നേരത്തെ പറഞ്ഞ സുന്നി ഏറ്റവും ഹയസ്റ്റ് ആസ് എ സിംഗിൾ ഇൻഡിവിജ്വൽ സെക്ട് എന്ന് പറയുന്നത് സുന്നി മുസ്ലിംസ് ആണ്. ദെൻ കംസ് ഈഴവ, അത് നമുക്ക് കാണാം. പിന്നെ നായന്മാര്, പിന്നെ SC/ST വിഭാഗത്തിലുള്ള നമ്മുടെ സഹോദരങ്ങൾ, സീറോ മലബാർ സഭ, വിശ്വകർമ്മ സഹോദരന്മാര്, ലാറ്റിൻ കാത്തലിക്സ്, ഷിയ മുസ്ലിംസ്, ഇങ്ങനെ ബാക്കിയൊക്കെ വളരെ. അപ്പൊ നമുക്കിവിടെ ഇത് ഇന്ന് പ്രബലമായ കേരളത്തിലെ സമുദായങ്ങൾ ഏതാണെന്ന് ചോദിച്ചാൽ നമുക്ക് ഇങ്ങനെ ഒരു വട്ടം വരച്ചാൽ നമുക്ക് ഏകദേശം കിട്ടും. അതായത് സുന്നി, ഈഴവ, നായർ, SC/ST വിഭാഗം, സീറോ മലബാർ, വിശ്വകർമ്മ, ലാറ്റിൻ കാത്തലിക്സ്, നമ്മൾ ഇത്രയും എടുത്തു കഴിഞ്ഞാൽ കേരളത്തിന്റെ ബഹുഭൂരിപക്ഷം ആളുകളെ നമ്മൾ കവർ ചെയ്യുന്നത് നമുക്ക് കാണാൻ സാധിക്കും. 2011 ഇപ്പൊ സത്യം പറഞ്ഞാൽ സുന്നി മുസ്ലിംസിന്റെ വലിയ ഗ്രോത്ത് ഉണ്ട്. അത് നമുക്ക് അടുത്തതിനകത്ത് നമുക്ക് എടുക്കാൻ പറ്റുള്ളൂ. പിന്നെ ഇൻക്രീസ് ഇൻ പോപ്പുലേഷൻ 2001 മുതൽ 2011 വരെ ലക്ഷങ്ങളിലെ ഇൻക്രീസ്. അത് നമ്മൾ നേരത്തെ ഒരു സ്റ്റഡിയിൽ പറഞ്ഞു. അത് ഓരോ വിഭാഗത്തിന്റെ ഇൻ ലാക്സ് ഓഫ് ഇൻക്രീസ് ആണ് നമ്മൾ കാണിച്ചിരിക്കുന്നത്. നമ്മളൊരു ഗ്രാഫിക്കൽ ഇതിൽ നേരത്തെ കണ്ടു. ഇനിയും റേറ്റ് ഓഫ് ഗ്രോത്തും ഇതിന്റെ ഗ്രാഫിക്കൽ മെത്തേഡാണ്. ഇത് നമ്മൾ നേരത്തെ വേറൊരു ടൈപ്പ് ഓഫ് ഗ്രാഫിക് കണ്ടു. ആകെ ടോട്ടൽ 4.57, ഹിന്ദുവിന്റെ ഗ്രോത്ത് 2.02, മുസ്ലിം ഗ്രോത്ത് 12.8. വേറൊരു ഗ്രാഫിക്കൽ റെപ്രസെന്റേഷൻ ആണ് നമുക്ക് പെട്ടെന്ന് അറിയാൻ വേണ്ടിയിട്ട്. ഇത് ഒരു ഇന്ററിം റിപ്പോർട്ട്, നാഷണൽ പോപ്പുലേഷൻ കമ്മീഷന്റെ ഒരു ഇന്ററിം റിപ്പോർട്ട് കഴിഞ്ഞ വർഷം പുറത്തിറക്കിയിരുന്നു. ആ വർഷത്തില് 2016 ഒരു ബേസ് കണക്ക് വെച്ചുകൊണ്ട് 2036 ഒരു പ്രൊഡിക്ഷൻ, ഇതും ഗവൺമെന്റ് ഓഫ് ഇന്ത്യയുടെ നാഷണൽ പോപ്പുലേഷൻ കമ്മീഷൻ പുറപ്പെടുവിച്ച ഒരു കണക്കാണ്. ഇതനുസരിച്ച് നമുക്ക് ജനസംഖ്യ 2036 കേരളത്തിൽ എത്ര ആയിരിക്കും, പുരുഷൻ എത്ര, സ്ത്രീ എത്ര, 2 അനുപാതം ഇവിടെ കൊടുത്തിട്ടുണ്ട്. ഇതിനകത്ത് കാണേണ്ടത് പെർസെൻറ്റേജ് ഗ്രോത്ത് ഇതിനകത്തുണ്ട്. ഇതിനകത്ത് കാണേണ്ട ഒരു വ്യത്യാസം, നമ്മളവിടെ നേരത്തെ 4.25 എന്നൊക്കെ റേഞ്ചിലായിരുന്നുവെങ്കിൽ ഇതിനകത്ത് കുറച്ചുകൂടെ കൂടുതൽ പ്രൊജക്ഷനാണ് കാണിക്കുന്നത്. പിന്നെ വേറെ വളരെ പ്രധാനപ്പെട്ട ഒരു വിഷയം, കേരളത്തെ സംബന്ധിച്ചിടത്തോളം ജനസംഖ്യ സാന്ദ്രതയിലെ ഡെൻസിറ്റി ഓഫ് പോപ്പുലേഷൻ ഒരു വലിയ ഇൻക്രീസ് വരുന്നുണ്ട് ബിക്കോസ് ഓഫ് ദിസ്, ഇതിന്റെ ഗ്രോത്തിന്റെ ഇമ്പാക്ട് ആയിട്ട്. അപ്പൊ ഈ കേരളത്തിലെ ഏറ്റവും വലിയ, നമുക്കിപ്പോ കോവിഡ് പോലുള്ള വിഷയങ്ങളിലൊക്കെ നമുക്ക് ഏറ്റവും ബുദ്ധിമുട്ടുണ്ടാക്കുന്ന വിഷയമാണ് ഡെൻസിറ്റി ഓഫ് പോപ്പുലേഷൻ. അതുകൊണ്ട് അത് വീണ്ടും വീണ്ടും വർദ്ധിക്കുന്ന ഒരു ഇതാണ്. പിന്നെ ഇതിനകത്ത് കാണുന്നത് ഓവറോൾ ജനറൽ, ഞാൻ നേരത്തെ പറഞ്ഞു ഫസ്റ്റ് ഗ്രാഫിൽ തന്നെ ഈ വളഞ്ഞു വരുന്നു ഗ്രാഫ് എന്നുള്ളത് ഓവറോൾ അതിന്റെ ഒരു ശരിക്കും ഒരു റിയൽ സിറ്റുവേഷൻ ആണ് ഇവിടെ നമുക്ക് സർക്കാർ പുറപ്പെടുവിച്ചിരിക്കുന്ന ഇന്റർൻ റിപ്പോർട്ടിൽ. ആ വളഞ്ഞു വരുന്നതിന്റെ ലക്ഷണമാണ് ജനനനിരക്ക് 12.7% കുറയുന്നു, അത്ര ശതമാനം കുറയുന്നു എന്നുള്ളതാണ്. അതിന്റെ കാരണം ഞാൻ പറഞ്ഞു, ഇതൊരു കമ്മ്യൂണിറ്റി കുറയുന്നില്ല, 2 കമ്മ്യൂണിറ്റി കുറയുന്നു. മുസ്ലിം കമ്മ്യൂണിറ്റിയിൽ വർദ്ധിക്കുകയാണ്, പക്ഷെ അതിന് കൂടുതലായിട്ട് പിന്നെ ക്രിസ്ത്യൻ ആൻഡ് ഹിന്ദു കമ്മ്യൂണിറ്റിയിൽ കുറയുന്നു വളരെ ഭീകരമായിട്ട്. അതുകൊണ്ടാണ് നെറ്റ് കുറയുകയാണ് 12. അപ്പൊ ഇനിയും കേരളത്തിലെ ജനസംഖ്യ വർദ്ധിക്കുന്നില്ല, കുറയാനുള്ള ട്രെൻഡാണ് വന്നുകൊണ്ടിരിക്കുന്നത്. പിന്നെ ഏറ്റവും അലാമിംഗ് ഫാക്ടറാണ് മരണനിരക്ക്. ഇത് വളരെ അസാധ്യമായി, നമ്മൾ 2007 മുതൽ ഞാൻ ഫോളോ ചെയ്യുന്ന ഒരു വിഷയമാണിത്.
കണ്ടിന്യൂസ് ആയിട്ട് നമ്മുടെ മരണനിരക്ക് വളരെ ഹൈ ആണ്. ഇതിനും ഒരു പർട്ടിക്കുലർ കമ്മ്യൂണിറ്റി, വേറെ ആരുമല്ല, ഹിന്ദു കമ്മ്യൂണിറ്റിയാണ് ഇത് കോൺട്രിബ്യൂട്ട് ചെയ്തത്. ഏറ്റവും മരണനിരക്ക് കൂടുതൽ ഹിന്ദു കമ്മ്യൂണിറ്റിയിലാണ്. അത് സ്ഥിരമായിട്ട് കൂടുതലാണ് പല കാരണങ്ങൾ കൊണ്ടും. അതുകൊണ്ട് ഇത്രയും മരണനിരക്ക് കൂടുന്നതിന്റെ റേറ്റ് ഓഫ് ഇൻക്രീസ് ആണെന്ന് നമ്മൾ മനസ്സിലാവും, മാറ്റമാണ്, അത് ചെറിയ വിഷയമല്ല. അപ്പോൾ അത് വളരെ ഫാസ്റ്റ് ആയിട്ട് നമ്മുടെ പോപ്പുലേഷൻ ഹിന്ദു കമ്മ്യൂണിറ്റിയുടെ കുറയും, ക്രിസ്ത്യൻ കമ്മ്യൂണിറ്റിയുടെ കുറയും ചെയ്യുന്നുണ്ട്. പക്ഷെ മരണനിരക്കിൽ ക്രിസ്ത്യൻ കമ്മ്യൂണിറ്റിയുടെ കാര്യമായിട്ട് വരുന്നില്ല, മുസ്ലിം കമ്മ്യൂണിറ്റിയുടെ വരുന്നില്ല. മരണനിരക്ക് ഏറ്റവും കൂടുന്നത് ഹിന്ദു കമ്മ്യൂണിറ്റിയുടെ. അതുകൊണ്ട് ഈ ഭീകരാവസ്ഥ കൊണ്ട്, അതായത് ജനനനിരക്ക് കുറയും മരണനിരക്ക് കൂടുകയും ചെയ്യുന്ന ഒരു പ്രത്യേക അവസ്ഥയുണ്ട്. നമ്മൾ ഈ വരുന്ന ഗ്രാഫിൽ കുറച്ചുകൂടെ വ്യക്തമായിട്ട് കാണാൻ സാധിക്കും. ഇത് ഓരോ ഡിസ്ട്രിക്ട് വൈസ് ആണ്. നമ്മളിപ്പോൾ പല കാര്യങ്ങൾ പറഞ്ഞു. ഇപ്പോൾ ഏറ്റവും കൂടുതൽ പോപ്പുലേഷൻ കേരളത്തിലെ ഉള്ള ഡിസ്ട്രിക്ട് 2018 ഇപ്പൊ ലേറ്റസ്റ്റ് ഫിഗർ വെച്ചിട്ടുള്ളതാണ്. ഇത് 2018 ഇതിനകത്ത് ജസ്റ്റ് നോക്കൂ, ഏറ്റവും കൂടുതൽ മലപ്പുറത്താണ് പോപ്പുലേഷൻ കൂടുതൽ. പിന്നെ നമുക്ക് ഏതൊക്കെ ജില്ലയാണെന്ന് നമുക്കൊരു ഐഡിയ കിട്ടും, എവിടെയൊക്കെയാണ് ഈ കേരളത്തിലെ പോപ്പുലേഷൻ, ജനങ്ങൾ എങ്ങനെയാണ് കേരളത്തിൽ സ്പ്രെഡ് ചെയ്തിരിക്കുന്നത് എന്നുള്ളതിന്റെ ഡിസ്ട്രിക്ട് വൈസ് ഉള്ള ഒരു ഗ്രാഫാണ് നമ്മൾ. അപ്പോൾ ഇടുക്കിയിലും പത്തനംതിട്ടയിലും വയനാട്ടിലും വളരെ കുറച്ച് ആളുകളേ ഉള്ളൂ. പിന്നെ അത് കഴിഞ്ഞാൽ പിന്നെ കാസർഗോഡാണ് കുറച്ച് ആളുകളുള്ളത്. പിന്നെ കമ്പാരിറ്റീവ്ലി എറണാകുളം, തിരുവനന്തപുരം, മലപ്പുറം, കോഴിക്കോടൊക്കെയാണ് കൂടുതൽ ജനസംഖ്യ ഉള്ളത്. അപ്പോൾ എങ്ങനെയാണ് ഡിസ്ട്രിക്റ്റിൽ ഓരോ ഡിസ്ട്രിക്റ്റിലും ജനസംഖ്യ സ്പ്രെഡ് ചെയ്തിരിക്കുന്നത് ഏറ്റവും ലേറ്റസ്റ്റ് നമ്മുടെ കണക്കാണിത്. ഇത് അതിന്റെ തന്നെ ട്രെൻഡ് ഇൻ ബർത്ത് റേറ്റ് ആണ്. കേരളത്തിലെ ബർത്ത് റേറ്റ് താഴോട്ട് പോകുന്നത് നമ്മൾ കണ്ടു. ഇത് കേരള ഗവൺമെന്റ് 2018 97 മുതലുള്ള ഫിഗറിന്റെ 2018 വെച്ചിട്ടുള്ള കണക്കാണ്. ഇത് കണ്ടിന്യൂസ്ലി ഫാളിംഗ് ഡൗൺ. ഞാൻ നേരത്തെ പറഞ്ഞ പോലെ ഇതിന്റെ കാരണം ഒരു ഹിന്ദു കമ്മ്യൂണിറ്റി മാത്രമാണ്. ഇപ്പൊ ഡെത്ത് റേറ്റ് അതുപോലെ കണ്ടിന്യൂസ് ആയിട്ട് കൂടിക്കൊണ്ടിരിക്കുന്നതാണ് ഈ ഗ്രാഫിൽ നമ്മൾ കാണുന്നത്. അതിന്റെ മേജർ കോൺട്രിബ്യൂട്ടർ ഹിന്ദു കമ്മ്യൂണിറ്റിയാണ്. ഇനി കുട്ടികളുടെ ജനനം നമുക്ക് നോക്കാം. അപ്പൊ നമ്മൾ ഇതുവരെ ഈ ജനസംഖ്യയാണ് കണ്ടത്. ഇനി ജനസംഖ്യയിൽ ഒരു പ്രദേശത്തെ ജനസംഖ്യ മാറുന്നതിന്റെ അടിസ്ഥാനം എന്ന് പറഞ്ഞാൽ അവിടെ ജനിക്കുന്ന കുട്ടികളുടെ എണ്ണം കൊണ്ടാണ്. രണ്ടാമത് അവിടുത്തെ മരണം കൊണ്ടാണ്. അപ്പോൾ കുട്ടികളുടെ ജനനവും ആളുകളുടെ മരണവുമാണ് ഒരു പ്രദേശത്തെ ജനസംഖ്യ ഏറ്റവും കൂടുതൽ ബാധിക്കുന്നത് എന്നുള്ളത് കൊണ്ട് നമ്മൾ ആ രണ്ട് വിഷയമാണ് ഇനി എടുക്കാൻ പോകുന്നത്. ആദ്യമേ നമ്മൾ ജനനം എടുക്കും. ജനനം എടുത്തതിന് ശേഷം ആ ജനനത്തിൽ പല വിധത്തിലുള്ള ഓരോ കമ്മ്യൂണിറ്റി വൈസ് ചേഞ്ചസ് ഉണ്ട്. ഈ അമ്മയുടെ പ്രായം അല്ലെ എത്ര കുട്ടികൾ, അത് നമ്മൾ പുറകെ എടുക്കും. അത് കഴിഞ്ഞാൽ നമ്മൾ മരണത്തിന്റെ കണക്കിലേക്ക് പോകും. അപ്പോൾ ഈ ആദ്യം നമ്മൾ ജനനത്തിന് കണക്കെടുത്താൽ മതാടിസ്ഥാനത്തിൽ 2011 സെൻസസിൽ നോക്കൂ, ഹിന്ദു കമ്മ്യൂണിറ്റി 44 ജനിച്ച കുട്ടികളുടെ എണ്ണമാണ് 44.37% കുട്ടികൾ. അതായത് 100 കുട്ടികൾ, ആകെ 100 കുട്ടികൾ ജനിക്കുമ്പം 44.37 ഹിന്ദു കുട്ടികളും 38.21 മുസ്ലിം കുട്ടികളും 16.99 ക്രിസ്ത്യൻ കുട്ടികളുമായിരുന്നു 2011 എങ്കിൽ. ഇതത് ഗ്രാഫിക്കൽ മെത്തേഡിലാണ് ഞാൻ കാണിച്ചിരിക്കുന്നത്. ഏറ്റവും ഹയസ്റ്റ് 44.37 ഹിന്ദു, 38.96 മുസ്ലിം, 16.9 ക്രിസ്ത്യൻ. ഇതായിരുന്നു എങ്കിൽ ജസ്റ്റ് ഈ 2018 സ്ഥിതി നോക്കൂ. അതായത് ഈ 2011 18 ആയപ്പം 7 വർഷം കൊണ്ടുള്ള മാറ്റം ഹിന്ദു കമ്മ്യൂണിറ്റിയുടെ 41.5 ആയിട്ട് കുറഞ്ഞു. മുസ്ലിം കമ്മ്യൂണിറ്റിയുടെ ഗ്രോത്ത് റേറ്റ് കുട്ടികളുടെ ജനനത്തിൽ 43.77 ആയി. ക്രിസ്ത്യൻ കമ്മ്യൂണിറ്റിയുടെ 14.4 ആയി. അത് അടുത്ത ഗ്രാഫിൽ നമുക്ക് ബാർ ചാർട്ട് കാണാം. അതായത് ഇത് ഏറ്റവും മേളിൽ നിന്ന സമയമായിരുന്നു നമ്മൾ 2011 ഇത് താഴോട്ട് പോയി 41. ഇത് ഓവർടേക്ക് ചെയ്തു. ഫസ്റ്റ് ടൈം ഇൻ ദി ഹിസ്റ്ററി ഇത് ഓവർടേക്ക് ചെയ്തു. ഇത് ആക്ച്വലി 2016 ഇത് ഞാൻ ആ ഡീറ്റെയിൽ സമയക്കുറവിൽ കാണിച്ചിട്ടില്ല. എൻ്റെ എല്ലാ വർഷത്തെയും ഇതുപോലെ ഗ്രാഫ് ഉണ്ട്. എക്സാക്ട്ലി 2016 അത് പിന്നീട് ഒരു ഗ്രാഫിൽ നമുക്കൊരു ജസ്റ്റ് ഒരു കാണാൻ പറ്റും അതിന്റെ പ്രൊജക്ഷൻ എങ്ങനെ ചെയ്തിരുന്നെന്ന്. 2016 ഇത് ഓവർടേക്കിംഗ് ഉണ്ടായിരിക്കുന്നത്. ഇതാണ് ഇപ്പോഴത്തെ സ്ഥിതി. അപ്പൊ അതിന്റെ ട്രെൻഡാണ് ഞാൻ കാണിച്ചിരിക്കുന്നത്. ബർത്ത് റേറ്റ് ഉള്ള ട്രെൻഡ് അപ്പൊ നമ്മൾ 2 വർഷത്തെയും കണ്ടു, 2011 2018. ഇതിന്റെ ട്രെൻഡ് ഹിന്ദുവിന്റെ ബർത്ത് റേറ്റിന്റെ ട്രെൻഡ് താഴോട്ടാണ്. മുസ്ലിം കമ്മ്യൂണിറ്റിയുടെ ബർത്ത് റേറ്റിന്റെ ട്രെൻഡ് മേലോട്ടാണ്. ക്രിസ്ത്യൻ കമ്മ്യൂണിറ്റിയുടെ ഏതാണ്ട് ഇതിനെ നമ്മുടെ ഹിന്ദു കമ്മ്യൂണിറ്റിയുടെ പാരലായിട്ട് താഴോട്ട് തന്നെ പോവുകയാണ്. ഒറ്റ കമ്മ്യൂണിറ്റിയാണ്. അപ്പൊ ഞാൻ പറഞ്ഞു നേരത്തെ നമ്മുടെ ഓവറോൾ ഈ പല പ്രൊജക്ഷനിലും അല്ലെ ഗവൺമെന്റ് ഓഫ് ഇന്ത്യയുടെ ഇന്റർവ്യൂ റിപ്പോർട്ടിലൊക്കെ നമ്മൾ കണ്ടത് ഓവറോൾ കേരള പോപ്പുലേഷൻ നെഗറ്റീവിലേക്ക് പോകുന്നുണ്ടെങ്കിൽ അതിന്റെ ആക്ച്വലി അതിന്റെ മേജർ കോൺട്രിബ്യൂട്ടർ ഹിന്ദു കമ്മ്യൂണിറ്റിയാണ്. കാരണം അതിന്റെ നമ്പേഴ്സിൽ വളരെ കൂടുതലാണ്. അതായത് മേലോട്ട് മുസ്ലിം കമ്മ്യൂണിറ്റി വളരെയധികം മേലോട്ട് പോകുന്നുണ്ടെങ്കിലും അതിനെയൊക്കെ നെഗറ്റീവേറ്റ് ചെയ്തുകൊണ്ട് വളരെ താഴോട്ട് പോയിക്കൊണ്ടിരിക്കുകയാണ് ഹിന്ദു കമ്മ്യൂണിറ്റി എന്നുള്ളത് കൊണ്ട് ഈ ക്രിസ്ത്യൻ കമ്മ്യൂണിറ്റിയുടെ ഇമ്പാക്ട് വളരെ കുറവാണ്. അപ്പൊ അതുകൊണ്ടാണ് നമുക്ക് ഈ പറഞ്ഞൊരു വ്യത്യാസം നമുക്ക് കാണാൻ സാധിക്കുന്നത്. ഇനി ഹിന്ദുസ് വിത്ത് അഗൻസ്റ്റ് മൈനോറിറ്റീസ്. ഇപ്പോൾ ഹിന്ദുസ് ഒരു മെജോറിറ്റി കമ്മ്യൂണിറ്റിന്ന് ഓൾറെഡി അതിന്റെ മൈനോറിറ്റി കമ്മ്യൂണിറ്റി ആയിട്ട് മാറി കഴിഞ്ഞു എന്നുള്ളതാണ് നമുക്ക് മനസ്സിലാക്കേണ്ടത്. അതായത് ഈ ആകെയുള്ള 2018 കണക്കനുസരിച്ച് 41 ആകെയുള്ള 100
കുട്ടികളിൽ ജനിക്കുന്നത് 41.5% ഹിന്ദുസും 58.17% കമ്പൈൻഡ് മുസ്ലിംസ് ആൻഡ് ക്രിസ്ത്യൻസ് ആണ്. അതായത് ഹിന്ദു ഹാസ് ലോസ്റ്റ് ഇറ്റ്സ് മെജോറിറ്റി. ആക്ച്വലി ഹിന്ദു ഈസ് ബിക്കമിങ് എ മൈനോറിറ്റി കമ്മ്യൂണിറ്റി. അതുകൊണ്ട് ഒരു ടോട്ടൽ സിസ്റ്റമിക് ചേഞ്ച് ആണ് നമ്മുടെ സോഷ്യോ എക്കണോമിക് സ്റ്റേച്ചറിൽ ഒരു ഭയങ്കര ഒരു സിസ്റ്റമിക് ചേഞ്ച് ആണ് കേരളത്തിൽ സംഭവിച്ചുകൊണ്ടിരിക്കുന്നത്. ഇറ്റ്സ് ഓൾറെഡി ഹാപ്പനിങ് ഫോർ സോ മെനി ഇയേഴ്സ്. അതിന്റെ പ്രധാനപ്പെട്ട ഒരു കാരണമാണ് നമ്മളിവിടെ കാണുന്നത്. കാരണവും അതിന്റെ എന്താ പറഞ്ഞ അൾട്ടിമേറ്റ് റിസൾട്ടും രണ്ടും കൂടാണ് അത് വാട്ട് യു ആർ സീയിങ് ആക്ച്വലി. സോ ഇറ്റ്സ് എ വെരി മേജർ ഇമ്പാക്ട്. ഇത് സാധാരണ മറ്റ് വളരെ കുറച്ച് സ്ഥലങ്ങളിൽ ഇത്തരത്തിൽ കാണാൻ പറ്റും. ഇന്ത്യയിൽ മറ്റ് സംസ്ഥാനങ്ങളിൽ വ്യത്യസ്തമായ സാഹചര്യമാണുള്ളത്. അതുകൊണ്ടാണ് ഇത് എടുത്തു കാണിക്കുന്നത്. ഇത് പെട്ടെന്ന് നമുക്ക് മനസ്സിലാക്കാൻ പറ്റും. ഞാൻ നേരത്തെ പറഞ്ഞ 2015 വരെ ഇറ്റ് ഇസ് എ ഡിഫറൻറ്റ്. 2016 സംഭവിച്ചതെന്ന് ഞാൻ പറഞ്ഞു. ഈ 2016 ഇത് ഹിന്ദുവിന്റെ ബർത്ത് റേറ്റ്, ഇത് മുസ്ലിം ബർത്ത് റേറ്റ്, ഇത് ക്രിസ്ത്യൻ ബർത്ത് റേറ്റ്. ഇവിടെ ഓവർടേക്കിംഗ് സംഭവിച്ചത് 2016 യു ക്യാൻ സീ ഇറ്റ് ഹിയർ. ഇവിടെ നിന്നാണ് 42.55 ആയിരുന്നു 2016, 43 ആയിരുന്നു 2017, 43.262 അതായത് സ്റ്റഡിലി ഇറ്റ് ഈസ് ഇൻക്രീസിങ്. ഹിന്ദു കമ്മ്യൂണിറ്റിയുടെ ബർത്ത് റേറ്റ് സ്റ്റഡിലി ഇറ്റ് ഈസ് കമ്മിങ് ഡൗൺ. 42.8 കഴിയുന്ന 41.88 ആയി, 41.7 ആയി, 41.4 സ്റ്റഡിലി ഇറ്റ് ഈസ് ഫാളിങ്. അപ്പോൾ ഈ ഗ്യാപ്പ് ഈസ് വൈഡനിങ്. സോ ദാറ്റ് ഈസ് വെരി എവിഡന്റ്. ദിസ് അഗെയിൻ ഒരു ട്രെൻഡ് മാപ്പാണ്. നമുക്കൊരു ട്രെൻഡ് ലൈൻ വരയ്ക്കാൻ പറ്റും. ഓരോ എങ്ങനെയാണ് ഒരു കമ്മ്യൂണിറ്റിയിൽ ചേഞ്ച് ഉണ്ടാവുന്നത് ഫ്യൂച്ചറിലേക്ക്. ഒരു സ്റ്റാറ്റിസ്റ്റിക്കൽ ട്രെൻഡ് ലൈനാണ് നമ്മളിവിടെ കാണുന്നത്. അതായത് ഹിന്ദു ബർത്ത് റേറ്റ് ഈസ് ലോ കമ്മിങ് ഡൗൺ ആൻഡ് ഇതിന്റെ എല്ലാം ആവറേജ് വെച്ചിട്ടുള്ള എടുത്തിരിക്കുന്ന ഒരു ഫിഗറിന്റെ ബേസിലാണ് ഈ ട്രെൻഡ് ലൈൻ നമ്മൾ കാണുന്നത്. ആൻഡ് ഇറ്റ് ഈസ് ഗോയിങ് അപ്പ്. ഇവിടെ 2015 ഞാൻ കാണിച്ച ഒരു പ്രസന്റേഷനിലെ ഗ്രാഫാണ് ഞാൻ വീണ്ടും ജസ്റ്റ് ഫോർ ഇൻട്രസ്റ്റ് ഞാൻ കാണിക്കുകയാണ്. സ്റ്റാറ്റിസ്റ്റിക്കൽ അനാലിസിസ് എത്ര കറക്റ്റ് ആയിരിക്കും എന്നുള്ളതിന്റെ ഒരു തെളിവാണ് ഞാനിവിടെ കാണിക്കുന്നത്. അന്ന് വരച്ചൊരു ട്രെൻഡ് ലൈനാണ് ഇപ്പൊ നമ്മുടെ ഈ ഗ്രാഫ് തന്നെ അന്നത്തെ ഗ്രാഫാണ്. 2015 പല സ്ഥലങ്ങളും കാണിച്ചുകൊണ്ടിരുന്ന ഒരു പ്രസന്റേഷന്റെ ഭാഗമാണ്. അവിടെ നമ്മൾ ഈ ഒരു ട്രെൻഡ് ലൈൻ വരച്ചപ്പോൾ നമ്മൾ കൃത്യമായിട്ട് 2016 ഓവർടേക്ക് ചെയ്യും എന്ന് നമ്മൾ കണ്ടിരുന്നു. അങ്ങനെ ആ ട്രെൻഡ് ലൈൻ യാഥാർത്ഥ്യമായെന്നാണ് നമ്മൾ മുമ്പ് കണ്ട ഗ്രാഫൊക്കെ ആക്ച്വൽ ഗ്രാഫാണ്. അതുകൊണ്ട് സ്റ്റാറ്റിസ്റ്റിക്കൽ അനാലിസിസിലെ ഒരു പ്രൊജക്ഷൻ എപ്പോഴും കറക്റ്റ് ആയിരിക്കും എന്നുള്ളൊരു തെളിവും കൂടെയാണെന്നുള്ളത് കാണിക്കാൻ വേണ്ടി ഞാനിവിടെ വെച്ചിരിക്കുന്നതാണ് ഈ ഗ്രാഫ്. ഇനിയും നമ്മൾ ഇപ്പൊ ബർത്ത് എന്തുകൊണ്ടാണ് ഈ വ്യത്യാസങ്ങൾ നമ്മൾ അനലൈസ് ചെയ്യണം. ഈ ബർത്ത് റേറ്റിലെ വ്യത്യാസങ്ങൾ സംഭവിക്കുന്നതിന്റെ പല കാരണങ്ങളുണ്ട്. അതിൽ പ്രധാനപ്പെട്ട ചില കാരണങ്ങൾ മാത്രം നമ്മൾ എടുക്കുകയാണ്. ഒന്ന് ഏജ് ഓഫ് മദർ, അത് ബർത്തുമായിട്ട് വളരെ റിലേറ്റഡ് ആണ്. അത് നമ്മളിവിടെ നോക്കുമ്പോൾ കാണാൻ പറ്റും. അതായത് ഈ 15 മുതൽ 19 വയസ്സ് ഒരു കുട്ടി പ്രസവിക്കുമ്പോൾ, ഇതെങ്ങനെയാണ് ഈ ഫിഗർ കിട്ടുന്നത് വെച്ചാൽ, ഒരു കുട്ടി പ്രസവിക്കുമ്പോൾ ആ അമ്മയ്ക്ക് എത്രയാണ് പ്രായം എന്ന് ചോദിക്കുന്നുണ്ട്. നമ്മൾ മറ്റൊരു ചോദ്യം ചോദിക്കും, ഒരു കുട്ടി പ്രസവിക്കുമ്പോൾ അത് ആദ്യത്തെ കുട്ടിയാണോ രണ്ടാമത്തെ കുട്ടിയാണോ, ഇങ്ങനെ പല ചോദ്യങ്ങളുടെ ഉത്തരമാണ് ഇത്. ആ അമ്മയ്ക്ക് പ്രസവിക്കുമ്പോൾ ആ സമയത്ത് എന്താണ് പ്രായം എന്നുള്ളതിന്റെ ചോദ്യമാണ്. അപ്പോൾ നമ്മൾ ഈ കാണുന്ന ഫിഗർ, ഇത്രയും കുട്ടികൾ ജനിച്ചപ്പോൾ ആ അമ്മമാരുടെ പ്രായം 15-നും 19-നും ആയിരുന്നു. എണ്ണം കാണുന്ന നമ്പറാണ്. അതുപോലെ 20-24 വയസ്സിലുള്ള കുട്ടികൾ ജനിച്ചപ്പം അത് ഓരോ വിഭാഗത്തിനും ഞാൻ കാണിക്കുന്നുണ്ട്. അതാണ് ശ്രദ്ധിക്കേണ്ടത്. ഇത് ഹിന്ദു വിഭാഗത്തിന്റെ, മുസ്ലിം വിഭാഗത്തിന്റെ ഇത്. അപ്പോൾ ഒരു ഹിന്ദുവിന്റെ കുട്ടി ജനിക്കുമ്പോൾ ആ കുട്ടിയോട്, ഇപ്പൊ ഈ ഗ്രൂപ്പിൽ പെടുന്ന ഒരു അമ്മ ഹിന്ദുവാണ് ജനിക്കുമ്പോൾ ആ കുട്ടിയുടെ, ആ സ്ത്രീയുടെ അമ്മയുടെ പ്രായം ബിറ്റ്വീൻ 20-24 ആയിരിക്കും. അതുപോലെ മുസ്ലിം കമ്മ്യൂണിറ്റിയിൽപ്പെട്ട 20-24 അങ്ങനെയാണ്. അപ്പൊ ഈ അമ്മയുടെ പ്രായവുമായിട്ടുള്ള റിലേഷൻഷിപ്പ് നമ്മൾ നോക്കുമ്പോൾ ഇവിടെ കാണേണ്ട ഒരു പ്രത്യേകത എന്താന്ന് വെച്ചാൽ, അത് അടുത്ത ഗ്രാഫിൽ കുറച്ചുകൂടെ വ്യക്തമായിട്ട് കാണാൻ പറ്റും. ഇവിടെ 20-24 ഇടയ്ക്ക് പ്രായമുള്ള അമ്മമാരിൽ മുസ്ലിം കമ്മ്യൂണിറ്റി, ആക്ച്വലി നമ്മൾ അറിയേണ്ടത് ഈ കമ്മ്യൂണിറ്റി, ഈ മുസ്ലിം കമ്മ്യൂണിറ്റി എന്ന് പറഞ്ഞാൽ ആകെ നമ്മൾ 2011 നേരത്തെ കണ്ടതിനകത്തൊക്കെ ദേവർ ഓൺലി അറൌണ്ട് 27-28% മാത്രമേ ആകെ ഇതുള്ളൂ. ഹിന്ദു കമ്മ്യൂണിറ്റി 55%ഓളം ഉണ്ട്. പക്ഷെ ഈ 20-24 ഏജ് ഗ്രൂപ്പിലുള്ള അമ്മമാർ പ്രസവിക്കുമ്പോൾ എണ്ണത്തിൽ എത്ര കുറവായിരിക്കും അമ്മമാരെന്ന് ആലോചിച്ചു പോകും. പക്ഷെ അതിന്റെ ബർത്ത് റേറ്റിൽ ഏറ്റവും കൂടുതൽ ആ ഒരു കമ്മ്യൂണിറ്റി മുന്നിൽ നിൽക്കുന്നു. അതേസമയത്ത് 25-29 ഹിന്ദു കമ്മ്യൂണിറ്റി മുന്നിലാണ്. ഇതിന്റെ അടുത്ത ഗ്രാഫിലേക്ക് നമുക്ക് വരാം. അപ്പൊ കുറച്ചുകൂടെ വ്യക്തമാവും. ഇവിടെ നമുക്ക് കുറച്ചുകൂടെ വ്യക്തമായിട്ട് കാണാം. ആക്ച്വൽ അത് തന്നെയാണ് സംഭവം. പക്ഷെ ഇത് ഒരു പീക്കായിട്ട് നമുക്ക് ഡിസ്ട്രിബ്യൂഷൻ എങ്ങനെയാണ് പീക്ക് ചെയ്തിരിക്കുന്നത് അറിയാനാണ്. അതായത് ഈ മുസ്ലിം കമ്മ്യൂണിറ്റിയുടെ പീക്ക് ചെയ്തിരിക്കുന്നത് 20-24 ഇയേഴ്സ് ഉള്ള അമ്മമാരുടെ പ്രായമുള്ളപ്പോഴാണെങ്കിൽ ഹിന്ദു കമ്മ്യൂണിറ്റി 25-29 ആണ് പീക്ക് ചെയ്തിരിക്കുന്നത്. അതിന്റെ പ്രധാന റീസൺ അതിന്റെ ഇതിനകത്ത് ഇല്ലെങ്കിലും അതിന്റെ നമ്മൾ അനലൈസ് ചെയ്യുമ്പം, അല്ലെങ്കിൽ നമ്മുടെ സോഷ്യൽ അനാലിസിസിന്റെ ഭാഗമായിട്ട് നമ്മൾ കാണുന്നത്, ഈ ഏറ്റവും കൂടുതൽ കുട്ടികൾ പ്രായം ഒരു 19, 20, 21, 24 വയസ്സിനിടയ്ക്കുള്ള വിവാഹം കഴിച്ച് കുട്ടികൾ ഉണ്ടാകുന്നത് കൂടുതലാണ് എന്നുള്ളത് കൊണ്ടാണ് നമുക്ക് അത് വരുന്നത് ഈ മുസ്ലിം കമ്മ്യൂണിറ്റി. അതേസമയം ഹിന്ദു പെൺകുട്ടികൾ ഇവിടെ ലേറ്റ് ആയിട്ട് മാരി ചെയ്യുന്നു. അതുകൊണ്ടാണ് 25-29 ഏറ്റവും കൂടുതൽ കുട്ടികൾ ജനിക്കുന്നുള്ളത്. മാരേജിന്റെ ഡിലേ കൊണ്ട് സംഭവിക്കുന്ന ഒന്നാണെന്നുള്ളത് സോഷ്യലി നമ്മൾ അനലൈസ് ചെയ്യുമ്പോൾ നമുക്ക് വ്യക്തമായിട്ട് കാണാൻ പറ്റും. അത് ഇവിടെ നമ്മളത് വ്യക്തമായിട്ട്
അതിൻ്റെ ആക്ച്വൽ ഫിഗർ നമുക്ക് കാണാൻ സാധിക്കുന്നുണ്ട്. ഇതത് തന്നെയാണ് ഞാൻ എഴുതിയിരിക്കുന്നത്. ഇൻ ദ കേസ് ഓഫ് മദർ, ഞാൻ നേരത്തെ പറഞ്ഞ ഏജ് ഓഫ് മദർ ഹിന്ദു മദേഴ്സ് 25-29 ആണ്. ഏജ് ഓഫ് മദർ മുസ്ലിം മദേഴ്സ് 20-24 ആണ്. ഇത് ബർത്ത് ഓർഡർ എന്ന് പറയും. ഞാൻ വളരെ പെട്ടെന്ന് പോകുന്നത് സമയക്കുറവ് മൂലമാണ്. എനിക്കൊന്ന് 7:30 നിർത്തേണ്ടതായിട്ട് വരും. അപ്പോൾ ഡിസ്ട്രിബ്യൂഷൻ ഓഫ് ബർത്ത് ഓർഡർ എന്ന് പറഞ്ഞാൽ ഞാൻ നേരത്തെ പറഞ്ഞ പോലെ ഒരു കുട്ടി ജനിക്കുമ്പോൾ ആദ്യത്തെ കുട്ടിയാണോ, രണ്ടാമത്തെ ആണോ, മൂന്നാമത്തെ ആണോ, നാലാമത്തെ ആണോ, ഇങ്ങനെ ചോദ്യം ചോദിക്കുകയാണ്. അതെല്ലാ കമ്മ്യൂണിറ്റിയുള്ള അമ്മമാരോട് ചോദിക്കുമ്പം നമ്മൾ ഈ ഒന്നാമത് കാണുന്ന ഒരു ആദ്യത്തെ കുട്ടി, അമ്മ പറയും എൻ്റെ ആദ്യത്തെ കുട്ടിയാണെന്ന് പറയുന്നവരുടെ കാര്യമാണിത്, എൻ്റെ രണ്ടാമത്തെ കുട്ടിയാണെന്ന് പറയുന്നവരുടെയാണിത്, മൂന്നാമത്തെ കുട്ടിയാണെന്ന്, അങ്ങനെയാണിത്. അപ്പൊ ഇവിടെ ഒരു കാര്യം നമ്മൾ കാണുന്നത്, ഒരു കുട്ടി, ഏറ്റവും കൂടുതൽ ജനിച്ച കുട്ടികളിൽ ഒരു കുട്ടി ഉള്ളതിൽ ഹിന്ദുക്കളാണ് കൂടുതൽ. അത് കഴിഞ്ഞാൽ പിന്നെ നെക്സ്റ്റ് കംസ് മുസ്ലിം കമ്മ്യൂണിറ്റി, ദെൻ ക്രിസ്ത്യൻ. അതേ സമയത്ത് ഈ സെക്കൻഡ് കുട്ടിയുടെ കാര്യം വരുമ്പോൾ സഡൻ ഫാൾ ആണ് ഹിന്ദു കമ്മ്യൂണിറ്റിയുടെ കാര്യത്തിൽ. വളരെ യു കാൻ സീ ദി ഫാൾ. പക്ഷേ മുസ്ലിം കമ്മ്യൂണിറ്റിയിൽ ഫാൾ ഉണ്ട്, പക്ഷേ നോട്ട് മാർജിനൽ. ഇവിടെയും മാർജിനലാണ്. പക്ഷേ വെൻ ഇറ്റ് കംസ് ടു തേർഡ് ചൈൽഡ് ആണ് ജസ്റ്റ് സീ ദി ഡിഫറൻസ്. ഇവിടെ നമ്മൾ ഹിന്ദു കമ്മ്യൂണിറ്റി വളരെ താഴെ പോയി, ആക്ച്വലി ഓൾമോസ്റ്റ് ഡിസപ്പിയർ ചെയ്യുന്ന രീതിയിലേക്ക് പോയി. പക്ഷേ സ്റ്റിൽ ഇവിടെ ഗ്രോത്ത് റേറ്റ് മുസ്ലിം കമ്മ്യൂണിറ്റിയിലുണ്ട്. ക്രിസ്ത്യൻസ് ആർ സ്റ്റിൽ ദേ ആർ കാച്ചിങ് അപ്പ്. സി, നമ്മൾ ക്രിസ്ത്യൻ മുസ്ലിം ഹിന്ദു കമ്മ്യൂണിറ്റി എവിടെയായിരുന്നു, ക്രിസ്ത്യൻ കമ്മ്യൂണിറ്റി എവിടെയായിരുന്നു നോക്കൂ ഇവിടെ. അതേസമയത്ത് ഇവിടെ ഹിന്ദു കമ്മ്യൂണിറ്റി എവിടെ, ക്രിസ്ത്യൻ കമ്മ്യൂണിറ്റി എവിടെ നോക്കൂ. അതുപോലെ ഓരോ കമ്മ്യൂണിറ്റിയും കമ്പയർ ചെയ്യുമ്പോൾ നമുക്ക് മനസ്സിലാവും. ദിസ് ഓൾസോ അനദർ ഇഷ്യൂ. ആക്ച്വലി നമ്പർ ഓഫ് ചിൽഡ്രൻ കുറവാണ്. ഈ ഒരു ഏത് കമ്മ്യൂണിറ്റിയിൽ കുറവാണ്, എത്ര കുട്ടികളുണ്ട്. അതുപോലെ നാലാമത്തെ കുട്ടിയുടെ കാര്യത്തിൽ ആക്ച്വലി ഈ രണ്ട് കമ്മ്യൂണിറ്റീസ് ഓൾമോസ്റ്റ് ഡിസപ്പിയർഡ്, ക്രിസ്ത്യൻസ് ആൻഡ് ഹിന്ദുസ്. പക്ഷേ വളരെ പ്രിവലന്റ് ആയിട്ട് മുസ്ലിം കമ്മ്യൂണിറ്റി സ്റ്റിൽ ദയർ. 5 മുതൽ മേലോട്ടാണ്. ഗ്രാഫ് സ്ഥലമില്ലാത്തതാണ്. ഐ ഹാവ് നോട്ട് ഗോൺ ബിയോണ്ട് 5. അപ്പോൾ ഇതിൽ നിന്ന് വളരെ വ്യക്തമാണ് ആക്ച്വലി ഈ വ്യത്യാസം വരുന്നത്. ഞാൻ നേരത്തെ പറഞ്ഞാൽ അമ്മമാരുടെ പ്രായം, അതായത് വിവാഹം കഴിക്കുന്ന ഒരു പ്രായം ഒരു ക്രിട്ടിക്കൽ ഫാക്ടർ ആണെങ്കിൽ ഇവിടെ നമ്മൾ കാണുന്നു നമ്പർ ഓഫ് കുട്ടികൾ ഉണ്ടാവുന്നതും ഒരു വളരെ ക്രിട്ടിക്കൽ ഫാക്ടറാണ്. അതായത് many few families have only third child, fourth child, like that in Hindu community, whereas in Muslim community they have more number of children in many families. ഇതാണ് ഒന്ന്. അപ്പോൾ നേരത്തെ പറഞ്ഞതിന്റെ കാരണം കൊണ്ട് തന്നെ ഇതും സംഭവിക്കുന്നുണ്ട്. കാരണം ഡിലേഡ് മാരേജ് കൊണ്ട് ഫെർട്ടിലിറ്റി പീരീഡ് കുറയുന്നു ഒരു യുവതിയുടെ എന്നുള്ളത് കൊണ്ട്, ഗർഭം ധരിക്കാൻ കിട്ടുന്ന സമയം കുറവായതുകൊണ്ട് തന്നെ ഈ നേരത്തെ വിവാഹിതയാകുന്ന ഒരാളെക്കാട്ടിൽ കുറച്ച് കുട്ടികൾ മാത്രമേ താമസിച്ച് വിവാഹിതയാകുന്നവർക്ക് ഉണ്ടാവുകയുള്ളൂ എന്നും ഒരു കാരണം ഇതിൽ നമുക്ക് അനലൈസ് ചെയ്തെടുക്കാൻ സാധിക്കും. ഇവിടെ അത് ഞാൻ നേരത്തെ ഒരു നേരത്തെ പറഞ്ഞ പെഗ് ഡൗൺ ചെയ്തിരിക്കുകയാണ്. 100ൽ പെഗ് ഡൗൺ ചെയ്ത് കഴിയുമ്പോൾ ഓരോ കമ്മ്യൂണിറ്റിയിൽ എന്ത് സംഭവിക്കുന്നു നമുക്ക് കാണാം. അതായത് ഒരു കുട്ടി, 2 കുട്ടി, 3 കുട്ടി, 4 കുട്ടി, 5 കുട്ടി വരുമ്പം ഏത് കമ്മ്യൂണിറ്റിയാണ് പ്രിവെയിലിംഗ് ആൻഡ് പ്രോമിനന്റ് നമുക്ക് ഇതിൽ നിന്ന് മനസ്സിലാവും. അതായത് കുട്ടികളുടെ എണ്ണത്തിൽ കൂടുന്തോറും ഏത് കമ്മ്യൂണിറ്റിയാണ് അവിടെ പ്രിവെന്റ് ആവുന്നത് നമുക്ക് കാണാൻ സാധിക്കും. അപ്പൊ നമ്മൾ ഇതൊക്കെ അനലൈസ് ചെയ്ത് വളരെയധികം ഫാക്ടേഴ്സ് ഉണ്ട്. പക്ഷെ സമയക്കുറവിലും വളരെ പ്രധാനപ്പെട്ട ഫാക്ടേഴ്സ് നമ്മൾ അത് ചെയ്തു. ഇതിൽ നിന്ന് നമ്മൾ കാണുന്നത് വെച്ചാൽ ജനസംഖ്യ വർദ്ധിക്കുന്നുണ്ട്. അതിന്റെ കാരണം നമ്മൾ കാണുന്നു. ജനസംഖ്യയിലെ വ്യത്യാസം, ഓരോ കമ്മ്യൂണിറ്റി വൈസ് വ്യത്യാസം ഉണ്ടാവുന്നത് എന്തുകൊണ്ടാണെന്നുള്ളതിന് വേണ്ടിയിട്ടാണ് ഞാൻ മറ്റു ചില അഡീഷണൽ ഡീറ്റെയിൽസ് കൂടെ അതിനകത്ത് പറഞ്ഞിരിക്കുന്നത്. അത് തന്നെയാണ് ഞാൻ ഇവിടെ എഴുതിയിരിക്കുന്നത്. വായിച്ചു കാണും എല്ലാവരും എന്ന് വിശ്വസിക്കുന്നു. ഇത് കുട്ടികളുടെ ജനനവും ഇത് ജസ്റ്റ് ഒരു ഇൻഫോർമേഷന് വേണ്ടിയിട്ടൊരു ഗ്രാഫാണ്. അതായത് മാരേജിന്റെ ഇയർ, അതായത് വിവാഹിതയായി 0 മുതൽ 4 വരെ, 4 വർഷത്തിനകത്താണ് ഏത് മാരീഡ് കപ്പിളിലും കുട്ടികൾ കൂടുതൽ ഉണ്ടാവുന്ന ഒരു വേറൊരു റിസർച്ചാണ്. 54.22% കുട്ടികൾ ഉണ്ടായത് ശരിക്കും വിവാഹത്തിന് 4 വർഷം വരെയുള്ള സമയത്താണ്. 5 മുതൽ 4 വരെയുള്ള വിവാഹപ്രായത്തിലാണ്, വിവാഹം കഴിഞ്ഞിട്ടുള്ള സമയത്താണ്, പീരീഡിലാണ് 30%. പിന്നെ അത് കുറയാണ്. അതായത് ഒരു 15 വർഷം കഴിഞ്ഞിട്ടുള്ള, അല്ലെങ്കിൽ 10 മുതൽ തന്നെ നമുക്ക് ഇടാം, 10 കഴിഞ്ഞ്, അതായത് വിവാഹം കഴിഞ്ഞ് 10 വർഷം കഴിഞ്ഞ് കുട്ടികൾ ഉണ്ടാവാൻ സാധ്യത വളരെ കുറവാണെന്നുള്ളതാണ് നമ്മൾ ഇതിൽ നിന്ന് നമുക്ക് മനസ്സിലാക്കാൻ സാധിക്കുന്നത്. ഇനി നമ്മൾ മരണത്തിലേക്ക് വരികയാണ്. അപ്പോൾ നമ്മൾ ജനസംഖ്യ മാറ്റം വരുന്നതിന് മറ്റൊരു പ്രധാനപ്പെട്ട റീസൺ ഞാൻ പറഞ്ഞു, മരണമാണ്. മരണത്തിലേക്ക് വന്നു കഴിഞ്ഞാൽ 2018 സ്ഥിതിയാണിത്. ഇത് ഫിഗേഴ്സിലാണ്. 2,58,530 പേരാണ് കേരളത്തിലാകെ മരിച്ചിരിക്കുന്നത്. ഓരോ വിഭാഗത്തിൽ എത്ര പേര് മരിച്ചു നമുക്ക് കാണാൻ പറ്റും. അവിടെ ശതമാനം ഇത് നോക്കൂ. ഈ ആകെ മരിച്ചവരിൽ 60.5% ഒരു ഹിന്ദു കമ്മ്യൂണിറ്റിയിലാണ്. മുസ്ലിം കമ്മ്യൂണിറ്റി 19.15, ക്രിസ്ത്യൻസ് 19.87. വലിയ വ്യത്യാസമില്ല. പക്ഷെ ഇത് ബർത്ത് റേറ്റിൽ വളരെ കുറവും ഡെത്ത് റേറ്റിൽ ഏറ്റവും മുന്നിൽ നിൽക്കുന്ന ഒരു പ്രത്യേകതയാണ്. ഇത് സ്ക്യൂഡ് അല്ല, ഒരു തെറ്റോ മിസ്റ്റേക്കോ ഒന്നും അല്ല. വർഷങ്ങളായിട്ട് ഈ ട്രെൻഡാണ്. അത് എൻ്റെ പല സ്റ്റഡിയിലും അത് കണ്ടിട്ടുണ്ട്. ഇതാണ് നമുക്ക് കുറച്ചുകൂടെ വ്യക്തമാക്കാനുള്ളത്. മരണത്തിന്റെ നിരക്ക് എത്രത്തോളം നമ്മൾ 100% ഒരു പൈ ചാർട്ടിൽ നമ്മൾ ഇതാണ് ഹിന്ദു കമ്മ്യൂണിറ്റിയുടെ മരണനിരക്കെങ്കിൽ ഇതാണ് മുസ്ലിം കമ്മ്യൂണിറ്റിയുടെ, ഇതാണ് ക്രിസ്ത്യൻ നിരക്ക്. അതായത് വളരെ വളരെ വലിയ മരണം നമ്മൾ കാണുന്ന മരണങ്ങളിൽ ബഹുഭൂരിപക്ഷം മരണവും
ഒരു പ്രത്യേക കമ്മ്യൂണിറ്റിയുടെ മരണമാണ് സംഭവിക്കുന്നത് എന്നുള്ളതാണ് നമ്മൾ കാണുന്നത്. അത് തന്നെ ഒരു ബാർ ചാർട്ടിൽ കാണിച്ചിരിക്കുകയാണ്. അതുകൊണ്ട് നമുക്ക് മനസ്സിലാകും ഹിന്ദു കമ്മ്യൂണിറ്റിയുടെ മരണം, മുസ്ലിം കമ്മ്യൂണിറ്റിയുടെ മരണം. അതിന് പല കാരണങ്ങളുണ്ട്. ഡോക്ടറൊക്കെ ഉണ്ട്, നമ്മളിത് പല പ്രാവശ്യം ചർച്ച ചെയ്ത വിഷയമാണ്. ഇത് ബർത്തും ഡെത്തും കൂടെ നമ്മളൊന്ന് കമ്പയർ ചെയ്യണം. ഈ ഹിന്ദു, മുസ്ലിം ആൻഡ് ക്രിസ്ത്യൻ കമ്മ്യൂണിറ്റി, ഹിന്ദു കമ്മ്യൂണിറ്റിയുടെ ബർത്ത് റേറ്റ് ഇസ് ഓൺലി 41.5, വേറസ് ഡെത്ത് റേറ്റ് 60.55. അപ്പൊ ഇവിടെ കുറവും ഇവിടെ കൂടുതലുമാണ്. മുസ്ലിം കമ്മ്യൂണിറ്റിയുടെ ബർത്ത് റേറ്റ് ഇസ് 43.77, മോർ ദൻ ഹിന്ദു കമ്മ്യൂണിറ്റി, ബട്ട് ദെയർ ഡെത്ത് റേറ്റ് ഇസ് ഫാർ ബിലോ 19.15. ക്രിസ്ത്യൻ കമ്മ്യൂണിറ്റിയുടെ ബർത്ത് റേറ്റ് ഇസ് 14.1, ബട്ട് ഡെത്ത് റേറ്റ് ഇസ് 19.87. അവരുടെയും ബർത്ത് റേറ്റിലും കൂടുതലാണ്. പക്ഷെ നമ്മുടെ ആയിട്ടുള്ള കമ്പാരിസൺ ചെയ്യുമ്പോൾ ഇറ്റ് ഇസ് നോട്ട് ദാറ്റ് സീരിയസ്. ഇവിടെ വളരെ പോസിറ്റീവാണ്. ഇത് ഓരോ വർഷം കഴിഞ്ഞ കുറെ വർഷങ്ങളായിട്ട് സംഭവിച്ചുകൊണ്ടിരിക്കുകയാണ്. ഇത് പല രീതിയിലുള്ള നമ്മുടെ സ്റ്റാറ്റിസ്റ്റിക്സ് ഞാൻ അനലൈസ് ചെയ്ത് നോക്കി. ഇറ്റ് ഇസ് 100% ട്രൂ. അല്ലാതെ ഇത് ഒരു വർഷം കൊണ്ടല്ല. ഞാൻ ഈ 2018 എടുത്തെങ്കിലും കഴിഞ്ഞ 2007 മുതൽ ദിസ് ട്രെൻഡ് ഇസ് കണ്ടിന്യൂയിങ്. മറ്റു പല ഡോക്യുമെന്റ്സും ഡേറ്റയും എല്ലാം കൊറോബറേറ്റ് ചെയ്ത് പോകുന്നുണ്ട്. അതുകൊണ്ട് ഇത് പലപ്പോഴും ചില ആളുകൾ ഇത് തർക്കിക്കുന്നുണ്ട്, ഇങ്ങനെ വരില്ല. പക്ഷേ ഇറ്റ് ഇസ് എ ഫാക്ട്. ഹിന്ദു കമ്മ്യൂണിറ്റിയുടെ ഈ എന്താ പറയാ പോപ്പുലേഷൻ കുറയുന്നതിന് ഈ ബർത്ത് റേറ്റ് കുറയുന്ന പോലെ തന്നെ പ്രധാനമാണ് ഡെത്ത് റേറ്റ് കൂടുന്നതെന്നും വളരെ പ്രധാനപ്പെട്ട ഒരു വിഷയമാണ്. അത് ഞാനിവിടെ എക്സ്പ്ലെയിൻ ചെയ്തിട്ടുണ്ട്. ഞാൻ ഈ പറഞ്ഞ കാര്യങ്ങൾ തന്നെ എക്സ്പ്ലെയിൻ ചെയ്തിരിക്കുന്നുള്ളൂ. അതിനൊക്കെ ഞാൻ പോകുന്നില്ല. മരണകാരണങ്ങള്, അത് 2 പ്രധാന മരണകാരണങ്ങള് ക്യാൻസറും ഹൃദയാഘാതവും. അത് ഡിസ്ട്രിക്ട് വൈസ് ഞാൻ എടുത്തിരിക്കുകയാണ് ജസ്റ്റ് ഫോർ ഇൻഫർമേഷൻ. അതായത് നമുക്കിവിടെ കാണേണ്ടത് ഏറ്റവും കൂടുതൽ ഹൃദയാഘാതം ഉണ്ടാകുന്ന ഒരു ജില്ല പാലക്കാട് ജില്ലയാണ്. അവിടെ ക്യാൻസറിന്റെ കാര്യം നോക്കിക്കഴിഞ്ഞാൽ ആലുവയിലാണ്. ഇത് പ്രദേശം അനുസരിച്ച്, ജില്ല മാത്രമല്ല, ഇത് ആക്ച്വലി പർട്ടിക്കുലർ ഡോക്യുമെന്റേഷൻ ബേസ് ചെയ്തിട്ടുള്ള കിട്ടിയിരിക്കുന്ന ചില പ്രദേശങ്ങളെയും, ചിലടത്ത് ചില ജില്ല, ചിലടത്ത് ചില പഞ്ചായത്ത്, അല്ലെങ്കിൽ ചിലടത്ത് ചില സ്ഥലം, അങ്ങനെയാണ്. ഏറ്റവും ക്യാൻസർ ബാധിച്ച് മരിക്കുന്ന ആളുകൾ കേരളത്തിൽ ആലുവയിലാണ്. ഹൃദയാഘാതം മൂലം മരിക്കുന്നത് ഏറ്റവും കൂടുതൽ പാലക്കാടാണ്. പക്ഷെ ഈ പറഞ്ഞ ജില്ലകളൊന്നും കുറവല്ല. അതായത് ചില സ്ഥലങ്ങളാണ്. നെയ്യാറ്റിൻകര ഫോർ എക്സാമ്പിൾ, ഇവിടെ പുനലൂർ, മാവേലിക്കര, ഇത് ഞാൻ എടുക്കുകയാണെങ്കിൽ പാല, വൈക്കം, ഇവിടെ ഇരിഞ്ഞാലക്കുട. ഇവിടെ ഞാൻ കാണിക്കാനുള്ള കാരണം പലപ്പോഴും നമ്മള് ലൈഫ് സ്റ്റൈലിന്റെ വ്യത്യാസം കൊണ്ടാണ്. അതുകൊണ്ട് സിറ്റി ലൈഫിലാണ് ആൾക്കാർക്ക് കൂടുതൽ അസുഖങ്ങൾ വരുന്നതെന്നുള്ളത് തെറ്റിദ്ധാരണയാണെന്നുള്ളതിൻ്റെ ആണ്. ഇവിടെ തിരുവനന്തപുരം സിറ്റിയാണ്. ഇവിടെ നോക്കൂ എവിടെയാണ് നിൽക്കുന്നതെന്ന്. അതുപോലെ കൊച്ചി കോർപ്പറേഷൻ, ഇതിലൊക്കെ ഏറ്റവും കുറവാണ്. ഇത് നോക്കൂ, ഇവിടെ ഹൃദയാഘാതവും ക്യാൻസറും ഒക്കെ കുറവാണ്. അതുപോലെ കോഴിക്കോട് നമുക്കിവിടെ കാണാൻ സാധിക്കും. കോഴിക്കോട് കോർപ്പറേഷൻ്റെ വളരെ കുറവാണ്. അപ്പോൾ ഒരു തെറ്റിദ്ധാരണ പൊതുവെ ഉണ്ട് ആളുകളുടെ ഇടയിൽ. സിറ്റി ലൈഫിലാണ് ആളുകൾ കൂടുതലും മരിക്കുന്നത്, ക്യാൻസർ മൂലം, കാരണം പൊല്യൂഷൻ, മറ്റത് ഹൃദയാഘാതം, ലൈഫ് സ്റ്റൈൽ കാരണം. പക്ഷേ അത് തെറ്റിദ്ധാരണയാണെന്നുള്ളത് കേരളത്തിലെ ഈ പറഞ്ഞ റെക്കോർഡുകളിൽ നിന്നല്ല. ഇത് പല വർഷത്തെ റെക്കോർഡുകൾ ഇത് തന്നെയാണ് കാണിക്കുന്നത്. ഇത് ഡിസ്ട്രിക്ട് വൈസ് ടോട്ടൽ ഡെത്ത് ആണ്. ഞാൻ നേരത്തെ പറഞ്ഞു, പല രീതിയിൽ കൊറാബറേറ്റ് ചെയ്യാമെന്നുള്ളത് കൊണ്ട് ഏറ്റവും കൂടുതൽ ഹിന്ദുക്കളുള്ള പത്തനംതിട്ട ജില്ലയിലെ ഏറ്റവും ഹയസ്റ്റ് ഡെത്ത് റേറ്റും ഏറ്റവും കുറവ് ഡെത്ത് റേറ്റ് ഉള്ള സ്ഥലം മലപ്പുറം ജില്ലയാണ്. ഇത് ജില്ലയിലെ ടോട്ടലാണെന്ന്. അപ്പം ഒരു ജില്ലയിലുള്ള ഭൂരിപക്ഷ സമൂഹത്തിന്റെ ഇമ്പാക്ട് ആണ് അതിനകത്ത് കാണുന്നത്. അപ്പൊ ഇതുകൊണ്ട് ഞാൻ നേരത്തെ പറഞ്ഞ കൊറോബറേറ്റ് ചെയ്യുന്ന മറ്റൊരു എവിഡൻസ് കൂടാണിത്. ഇത് ഇനി അടുത്തത് നമ്മൾ ഈ ബർത്ത് ഡെത്തിൽ നിന്ന് നമ്മൾ ഇനി സോഷ്യോ എക്കണോമിക് ഫാക്ടറിലേക്ക് പോവാണ്. പെട്ടെന്ന് തീർക്കേണ്ടതായിട്ടുണ്ട്. അപ്പൊ ഇനി സോഷ്യോ എക്കണോമിക് ഫാക്ടറിലേക്ക് നമുക്ക് പോകാം. ഇത് ബേസ്ഡ് ഓൺ 2014 റിസർച്ച് പേപ്പേഴ്സ് ആണ്. ഇത് മറ്റ് പല ഗവൺമെന്റ് ഡേറ്റ ഒക്കെ വളരെ കുറവാണ്. പക്ഷെ പല റിസർച്ച് ഇൻസ്റ്റിറ്റ്യൂട്ട്സും പുറപ്പെടുവിച്ചിരിക്കുന്ന പല റിസർച്ച് പേപ്പറിനെ ബേസ് ചെയ്തിട്ടാണ് ഇത്. സെന്റർ ഫോർ ഡെവലപ്മെന്റ് സ്റ്റഡീസിന്റെ റിസർച്ച് പേപ്പറാണ് മെയിൻലി ഞാൻ ഇതിന് ആധാരമാക്കിയിരിക്കുന്നത്. അതിന്റെ ബേസിൽ നമ്മുടെ കേരള ഇമിഗ്രൻസ്, കേരളത്തിന് പുറത്തേക്ക് വിദേശത്തേക്ക് പോയിരിക്കുന്ന മലയാളികൾ ആകെ 24 ലക്ഷം. ഇത് ഈ വരുന്ന ഡേറ്റ ഒക്കെ 2014 അതിനുശേഷം നമ്മളൊരു ഒതന്റിക് ഡേറ്റ കിട്ടിയിട്ടില്ല, ചെറിയൊരു ഡേറ്റ മാത്രമേ ഉള്ളൂ. അപ്പോൾ ഈ 24 ലക്ഷം ഉണ്ടായിരുന്നു ടോട്ടല് വിദേശത്തേക്ക് പോയവര്. അതിൽ ഹിന്ദു കമ്മ്യൂണിറ്റി, മുസ്ലിം കമ്മ്യൂണിറ്റി, ഇവിടെ ഹിന്ദു കമ്മ്യൂണിറ്റിയുടെ ടോട്ടൽ പോപ്പുലേഷൻ ഓൾമോസ്റ്റ് 54% ഉള്ള സമയത്ത് പോലും വിദേശത്തേക്ക് പോയിരിക്കുന്ന എണ്ണത്തിൽ ദേ ആർ ഫാർ ബിഹൈൻഡ്. അത് ഇവിടെ കാണാൻ പറ്റും. അപ്പൊ കമ്മ്യൂണിറ്റി വേരിയേഷൻ എവിടെയും കാണുന്നുണ്ട്. നമ്മൾ ബർത്തിലും ഡെത്തിലും ഒക്കെ കാണുന്ന പോലെ തന്നെ ഈ പുറത്ത് ജോലിയിൽ അന്വേഷിച്ച് പോകുന്നവരും ഒക്കെ ഉണ്ട്. ഇന്റേണലി ഏറ്റവും കൂടുതൽ പോകുന്നത്, അതായത് ഭാരതത്തിനുള്ളിൽ മറ്റ് കേരളത്തിന് പുറത്തേക്ക് പോയിരിക്കുന്നവരുടെ കണക്കാണ് ഈ മൈഗ്രൻസ് ഇന്റേണൽ എന്ന് പറയുന്നത്. ആകെ 7 ലക്ഷം പേരെ പോയിട്ടുള്ളൂ. അതിൽ ബഹുഭൂരിപക്ഷം ഹിന്ദു കമ്മ്യൂണിറ്റി എന്നാണ്. മുസ്ലിം കമ്മ്യൂണിറ്റി വളരെ കുറവാണ് അവിടെ. പിന്നെ ക്രിസ്ത്യൻ കമ്മ്യൂണിറ്റിയാണ് പോയിരിക്കുന്നത്. അപ്പൊ റിലിജിയൻ വൈസ് പോപ്പുലേഷൻ എമിഗ്രേഷൻ, നമ്മുടെ പോപ്പുലേഷന്റെ അന്നത്തെ പെർസെന്റേജ് 56% പോപ്പുലേഷൻ ഉള്ള ഹിന്ദു കമ്മ്യൂണിറ്റിയിൽ നിന്ന് 36% ആൾക്കാർ മാത്രമേ വിദേശത്തേക്ക് പോയിട്ടുള്ളൂ. അതേസമയം 26.6% മാത്രം പോപ്പുലേഷൻ ഉള്ള മുസ്ലിം കമ്മ്യൂണിറ്റി 41% ആളുകൾ വിദേശത്തേക്ക് പോയി. 19% മാത്രമുള്ള ക്രിസ്ത്യൻ കമ്മ്യൂണിറ്റി 22% ആൾക്കാർ വിദേശത്തേക്ക് പോയി എന്ന് കാണാൻ സാധിക്കും. അപ്പൊ അതുകൊണ്ട് അതിന്റെ റെമിറ്റൻസ്, കാരണം കേരളത്തിലെ ജോലിയെ കുറവാണ്, വിദേശത്തു നിന്നുള്ള റെമിറ്റൻസ് ആണ് കൂടുതൽ. അതിന്റെ ഒരു കണക്കാണ് ഈ കാണിക്കുന്നത്. റെമിറ്റൻസ് ഇൻ ക്രോർസ് ഓഫ് റുപ്പീസ് ആണ്.
ഇതൊരു വർഷത്തെയാണ്. 28,137 കോടി 25,000. ഇത് ഓരോ വിഭാഗത്തിനും അവരുടെ അക്കൗണ്ടിലേക്ക് വന്നിരിക്കുന്നതിന്റെ ഒരു കണക്കാണിത്. ഇതൊരു റിസർച്ച് ബേസ്ഡ് ആണ്, പക്ഷെ ഓതന്റിക് ആണ്. ആവറേജ് റെമിറ്റൻസ് പെർ ഹൗസ് ഹോൾഡ് ഇസ് വെരി ഇമ്പോർട്ടൻറ്റ്. അതൊരു ഹൗസ് ഹോൾഡിന് എത്ര കിട്ടി റെമിറ്റൻസ് എന്നുള്ളതാണ്. നമ്മൾ നേരത്തെ കണ്ടതിനകത്ത് നോക്കൂ, ഇവിടെ ടോട്ടൽ എമൗണ്ടിൽ ഹിന്ദു കമ്മ്യൂണിറ്റി കൂടുതൽ കിട്ടിയെങ്കിലും നമുക്കിവിടെ കാണേണ്ടത് ഹൗസ് ഹോൾഡ് ഒരു കുടുംബ ആയിട്ട് നോക്കുമ്പം 57,000 ആവറേജ് 57,000 രൂപ ഒരു ഹിന്ദു കുടുംബത്തിന് കിട്ടുന്നുണ്ടെങ്കിൽ ഒരു മുസ്ലിം കുടുംബത്തിലേക്ക് കിട്ടുന്ന 1,44,000 രൂപയാണ്. ഒരു ക്രിസ്ത്യൻ കുടുംബത്തിലേക്ക് വരുന്ന 1,10,000 ആണ്. സീ ദി ഡിഫറൻസ്. പിന്നെ ഹൗസ് ഹോൾഡ് റെമിറ്റൻസ് അഡ്രസ് ഇത് ടോട്ടൽ ഞാൻ നേരത്തെ നമ്മൾ എടുത്ത കമ്മ്യൂണിറ്റി വൈസ് ആണത്. ഏറ്റവും കൂടുതൽ ഫോറിൻ റെമിറ്റൻസ് കിട്ടുന്ന സുന്നി മുസ്ലിംസ് ആണ്. ഇത് പിന്നെ ടോട്ടൽ മുസ്ലിംസ് ആണ്. അത് കഴിഞ്ഞാൽ മർത്തോമ സിറിയൻ, ഓർത്തഡോക്സ്, സീറോ മലബാർ, ഷിയ. ഇവിടെ ഷിയ മുന്നിൽ കയറി നമ്മൾ കാണണം. അവിടെ പോപ്പുലേഷൻ വളരെ താഴെ കിടന്ന ഷിയ ഇവിടെ മുന്നിലേക്ക് വന്നു. ദെൻ പെന്തക്കോസ്റ്റ്, ലാറ്റിൻ കാത്തലിക്സ്, ക്രിസ്ത്യൻസ്. സോ ഫാർ നോ ഹിന്ദു. ഇവിടെ ഇത്രയും സ്ഥലത്ത് മെജോറിറ്റി വരുന്ന റെമിറ്റൻസിനകത്ത് ഇതുവരെ ഹിന്ദു കമ്മ്യൂണിറ്റി വന്നിട്ടില്ല. ഫസ്റ്റ് ടൈം ഇറ്റ് നായേഴ്സ് വരുന്നു, ദെൻ ഈഴവാസ് വരുന്നു, പിന്നെ ജാക്കബൈറ്റ്, സിറിയൻ, ഇങ്ങനെ പോകുന്നതാണ്. ഓവറോൾ ഹിന്ദുസിന്റെ ആണ്. ഇങ്ങനെ ഏറ്റവും കുറവ് SC/ST വിഭാഗത്തിലുള്ള സഹോദരന്മാർക്കാണ് ഏറ്റവും കുറവ് റെമിറ്റൻസ് കിട്ടുന്നത്. അപ്പൊ അതുകൊണ്ട് ഈ സാമ്പത്തികമായിട്ട് ഇവിടെ ഒരു കോൺസെൻട്രേഷൻ ഓഫ് വെൽത്ത് സംഭവിക്കുന്നുണ്ട്. ജനസംഖ്യാപരമായിട്ടൊരു മാറ്റം സംഭവിക്കുന്നുണ്ട്. അത് മരണത്തിലും വ്യത്യാസം, ജനനത്തിൽ വ്യത്യാസമുണ്ട്. അതുപോലെ തന്നെ എക്കണോമിക് മാറ്റേഴ്സ്, റെമിറ്റൻസ്, വരുമാനത്തിലും ഒരു വലിയ മാറ്റം ഉണ്ടെന്ന് നമ്മൾ കാണുന്നുണ്ട്. ഇതിന്റെ പോവേർട്ടിയാണ് ഇത്. റിവേഴ്സ് ഓഫ് പിന്നെ എന്താ പറയുക റിച്ച്നെസ്. പോവർട്ടി എടുത്തിരിക്കുകയാണ്. ഒരു പോവർട്ടിയുടെ കണക്ക് അത് ഹൗസ് ഹോൾഡ് ഇൻകം ബേസ് ചെയ്തിട്ടാണ്. അത് യു ക്യാൻ സീ ദാറ്റ് SC/ST ആണ് ഏറ്റവും മോസ്റ്റ് പുവർ, ദെൻ ലളിത് ക്രിസ്ത്യൻസ്. ഇവിടെ നമ്മൾ ചില പ്രത്യേക ശ്രദ്ധിക്കേണ്ട വിഷയമാണ്. ദളിത് ക്രിസ്ത്യൻസ്, ഈവൻ ദോ ക്രിസ്ത്യൻ മെജോറിറ്റി ഓഫ് ദി അവരുടെ എല്ലാം വളരെ ഹൈ ഇൻകം ഗ്രൂപ്പിലേക്ക് വന്നിട്ടുണ്ടെങ്കിലും ദളിത് ക്രിസ്ത്യൻസ് ആക്ച്വലി സ്റ്റിൽ ദേ ആർ ഫാളിംഗ് ബിഹൈൻഡ്. അപ്പൊ അങ്ങനെ ഓരോ കമ്മ്യൂണിറ്റിയുടെ ആണ് അത്. ഇത് തന്നെ ഞാൻ എക്സ്പ്ലെയിൻ ചെയ്തിരിക്കുകയാണ് ഇവിടെ. കുമാർജി ഒന്ന് സ്പീഡപ്പ് ചെയ്താൽ നല്ലതായിരുന്നു. കഴിഞ്ഞു 2 മിനിറ്റ്. ഞാൻ 7:30 നിർത്തും. അതിനു വേണ്ടിയിട്ടാണ് ഓടുന്നത്. ജനനത്തിലും മരണത്തിലും ഈ സ്ഥിതിവിവര കണക്കുകളിൽ ഹിന്ദു സമീപ ഭാവിയിൽ ന്യൂനപക്ഷമായി മാറുമെന്നതിലുപരി എല്ലാ സ്ഥിതിവിവര കണക്കുകളും ആശങ്കാജനകമായ അവസ്ഥയിലേക്ക് നീങ്ങുന്നു എന്ന് വ്യക്തമായി കാണാൻ സാധിക്കും. ഈ വിനാശകരവും അതിവീര പരിവർത്തനത്തിന്റെ ഗൗരവം മനസ്സിലാക്കുന്ന നാം ഓരോരുത്തരും ഒരു തിരുത്തൽ പ്രക്രിയ ആസൂത്രണം ചെയ്ത് നടപ്പാക്കണം തീരുകയാണ്. ഇതാണ് എന്റെ ക്രെഡിറ്റ്സ്. ഒന്ന് സെൻസസ് ഓഫ് ഇന്ത്യ, ആനുവൽ വൈറ്റൽ സ്റ്റാറ്റിസ് ബൈ ഗവൺമെന്റ് ഓഫ് കേരള, കേരള മൈഗ്രേഷൻ സർവേ 2014, റിലീസ് ഡിനോമിനേഷൻ ഓഫ് കേരള, സെന്റർ ഫോർ ഡെവലപ്മെന്റ് സ്റ്റഡീസ്, സെന്റർ ഫോർ പോളിസി സ്റ്റഡീസ്. ഇത് ആണ് റെഫറൻസ്. ജയ് ഹിന്ദ്. താങ്ക് യു വെരി മച്ച്. 1961 മുതലാണ് ഈ ജനസംഖ്യയിലും അതുപോലെ തന്നെ സാമ്പത്തികമായിട്ടും അത് രാഷ്ട്രീയമായിട്ട് എല്ലാ മേഖലയിലും വ്യത്യസ്തമായിട്ട്, അതായത് കേരളത്തിൽ മുമ്പുണ്ടായിരുന്ന ഒരു ബാലൻസ് തെറ്റി മറ്റു പുതിയ വ്യവസ്ഥിതിയിലേക്ക് മാറിയത് നമ്മുടെ ജനാധിപത്യ രീതിയിലുള്ള സർക്കാരുകൾ വരികയും അതിന് ചില കാരണങ്ങളുണ്ട്. രാഷ്ട്രീയ വിശദീകരണം വേണ്ടി വരും അതിന്. അപ്പൊ അത്തരത്തില് ഈ പിന്നെ ഇടതും വലതും രാഷ്ട്രീയ പാർട്ടികൾ ഭരിച്ച സമയത്ത് ഈ ന്യൂനപക്ഷങ്ങൾ ചെലുത്തിയ ഇൻഫ്ലുവൻസ് ആണ് ഇതിന്റെ ഒരു പ്രധാനപ്പെട്ട കാരണം. അത് നമ്മൾ മറ്റൊരു രീതിയിൽ അത് അവതരിപ്പിക്കുന്നത് ഈ കൃഷി ഇറക്കുന്ന വിഷയം പോലാണ്. അതായത് രാഷ്ട്രീയത്തിൽ പൈസ മുടക്കി കൃഷി ഇറക്കി എന്നാണ് നമ്മളത് വേറൊരു തരത്തിൽ പറയുന്നത്. അപ്പൊ അതുകൊണ്ട് കിട്ടിയ ഒരു ഗുണമാണ് ആ കൃഷി ഇറക്കിയതിന്റെ കൊയ്ത്തുകാലമാണ് പിന്നീടുണ്ടായത്. അതിന്റെ അനുഭവമാണ് ഒന്ന്. രണ്ടാമത് ഞാൻ നേരത്തെ പറഞ്ഞു പെട്രോൾ ഡോളറിന്റെ ഇമ്പാക്ട്. വിദേശത്ത് പോയി ജോലി ചെയ്യാൻ, അത് വിദേശത്തുകൾ ആരെ പോയെന്നൊക്കെ ഞാൻ പിന്നീട് കാണിച്ചതിന്റെ കാരണം അതാണ്. വിദേശത്തേക്ക് കൂടുതൽ ആൾക്കാർ മുമ്പത്തെക്കാട്ട് കൂടുതൽ പോകാനുള്ള സാധ്യത, പെട്രോൾ ഡോളറിന്റെ ഒരു വളർച്ച, അത് വളരെ പ്രധാനപ്പെട്ട ഒരു കാര്യമാണ്. പിന്നെ ഈ സാമ്പത്തികമായിട്ട് ഉന്നമനം വന്നതോടെ വിദ്യാഭ്യാസത്തിലുണ്ടായ മാറ്റങ്ങളാണ്. കഴിഞ്ഞ 10 വർഷമായിട്ടാണ് എടുക്കുമ്പോൾ അതിനകത്ത് ഈ പല സമയത്തായിട്ടുണ്ടായ സാമ്പത്തിക വളർച്ചയുടെ ഭാഗമായിട്ട് അവർക്ക് അവരുടേതായിട്ടുള്ള വിദ്യാഭ്യാസ സ്ഥാപനം കൊണ്ടുവരാൻ സാധിച്ചു. അത് നമ്മൾ വലിയൊരു ചർച്ച, വേറൊരു വിഷയമാണ് ഞാൻ അതിനകത്ത് കാണിച്ചിട്ടില്ല. അതിനകത്ത് ഒരുപാട് ഡേറ്റ നമുക്കുണ്ട്. അതിനകത്ത് ചെറിയൊരു ഡേറ്റ മാത്രം ഞാനിപ്പോൾ പറയാം. അതായത് കഴിഞ്ഞ കുറച്ച് വർഷങ്ങളായിട്ട് കേരളത്തിലെ ഉന്നത വിദ്യാഭ്യാസ രംഗത്ത് ഏറ്റവും കൂടുതൽ പിന്നോക്കം പോയത് ഹിന്ദു സമൂഹമാണ്. വളരെ ചെറിയ ശതമാനത്തിലേക്ക് നമ്മൾ ചുരുങ്ങിപ്പോയി. മുസ്ലിം സമൂഹത്തിന്റെ ഇപ്പൊ ഞാൻ ഒറ്റ പ്രൊഫഷൻ മാത്രം എടുക്കുകയാണ്, ഡോക്ടർ, ബിക്കോസ് ഡോക്ടേഴ്സ് ആർ ഹിയർ. അപ്പോൾ മെഡിസിന് പഠിക്കുന്ന കുട്ടികളിൽ ഇന്ന് കേരളത്തിലെ മെഡിക്കൽ കോളേജിൽ പഠിക്കുന്ന കുട്ടികളെ മോർ ദാൻ 55% സ്റ്റുഡൻസും ഒരു പർട്ടിക്കുലർ കമ്മ്യൂണിറ്റി, അത് മുസ്ലിം കമ്മ്യൂണിറ്റി മാത്രമാണ്. അത് വി ആർ ജസ്റ്റ് അറൌണ്ട് 10-15% മാത്രമേ ഹിന്ദുസ് ഉള്ളൂ. അപ്പോൾ ഫ്യൂച്ചർ ഈസ് ആക്ച്വലി ഈ മോസ്റ്റ് ഓഫ് ദി പ്രൊഫഷൻസ് എന്ന് പറയുന്നതെല്ലാം നമ്മുടെ കയ്യിൽ നിന്ന് പോവാണ്. ഇൻക്ലൂഡിങ് ഒരു ഡോക്ടർ, ഹിന്ദു ഡോക്ടറെ കാണാനായിട്ട് കേരളത്തിൽ നോട്ട് സെയിങ് വളരെ ബുദ്ധിമുട്ടായിട്ട് വരും. അതുപോലെ തന്നെ ഈ പറഞ്ഞ ഉന്നത വിദ്യാഭ്യാസ രംഗത്ത് ഏത് പ്രൊഫഷൻ എടുത്തോളൂ, അതുപോലെ ഈവൻ ഇന്ത്യൻ അഡ്മിനിസ്ട്രേറ്റീവ് സർവീസ്, ഇന്ത്യൻ പോലീസ് സർവീസ്, ഇന്ത്യൻ ഫോറിൻ സർവീസ്, ഇന്ത്യൻ ഫോറസ്റ്റ് സർവീസ്, ഇതിലെല്ലാം നമ്മൾ ഈ ഒരു മാറ്റം കാണുന്നുണ്ട്.
അത് ആരും നമുക്ക് കുറ്റം പറയാൻ സാധിക്കില്ല. കാരണം അതിനു വേണ്ടിയിട്ട് പ്രത്യേകിച്ച് ഇത്തരം പഠന കേന്ദ്രങ്ങളും ഒക്കെ ധാരാളം പണം മുടക്കി അവരുടെ സഭകളും അല്ലെങ്കിൽ അവരുടെ ചില കമ്മ്യൂണിറ്റി ഒന്നിച്ചു വന്നിട്ട് ചെയ്യുന്നതും ഒക്കെ വളരെ വിശാല. ഇപ്പൊ മെഡിക്കൽ കോളേജുകളുടെ എണ്ണം നമ്മളൊന്ന് പരിശോധിച്ചാൽ മനസ്സിലാവും എത്ര മെഡിക്കൽ കോളേജ് ഉണ്ട്, അതിൽ ഏത് കമ്മ്യൂണിറ്റിയുടെ എത്ര ഉണ്ട് എന്നൊക്കെ ഒന്ന് പരിശോധിച്ചാലും, അല്ലെ ഏത് പ്രൊഫഷണൽ കോഴ്സിന് നമുക്ക് നോക്കി അറിയാൻ പറ്റും. അല്ലെങ്കിൽ ഇന്ത്യൻ അഡ്മിനിസ്ട്രേറ്റീവ് സർവീസിന് വേണ്ടി, ഇന്ത്യൻ സിവിൽ സർവീസിന് വേണ്ടിയിട്ടുള്ള പരീക്ഷയുടെ അതിനുള്ള പ്രിപ്പറേഷനുള്ള കേന്ദ്രങ്ങൾ ആരൊക്കെ എങ്ങനെയൊക്കെ തുടങ്ങി എവിടെയൊക്കെ ഉണ്ട്, ഇതെല്ലാം നമ്മുടെ മുന്നിലുള്ള ചിത്രമാണ്. അതുകൊണ്ടത് ഈ കഴിഞ്ഞ 10 വർഷം മുതൽ ഈ പറഞ്ഞ മുമ്പുണ്ടായിട്ടുള്ള പല ഗുണങ്ങളുടെയും ഫലമായിട്ട് അവരെ വ്യത്യസ്തമായിട്ട് സമൂഹത്തിൽ ഉന്നത സ്ഥലത്തിലേക്ക് വരുന്ന രീതിയിലുള്ള പണം മുടക്കി അങ്ങനെയും വരുന്നുണ്ട്. അപ്പൊ 2 ഫേസ് ആണ് ഇതിനുള്ളത്. നേരത്തെ ഒരു പൊളിറ്റിക്കൽ ഇൻഫ്ലുവൻസ് കൊണ്ടും അതുപോലെ തന്നെ പെട്രോ ഡോളർ ഇൻഫ്ലുവൻസ് കൊണ്ടും ചില ഗ്രോത്ത് സംഭവിക്കുകയും സബ്സിക്വന്റ് ആയിട്ട് ഈ 2 ഗ്രോത്തിന്റെ ഭാഗമായിട്ട് വന്ന പണം പ്രോപ്പറായിട്ട് ഇൻവെസ്റ്റ് ചെയ്തിട്ട് കമ്മ്യൂണിറ്റിക്ക് വേണ്ടിയിട്ട് അവർ പ്രോപ്പറായിട്ട് ഉപയോഗിച്ചു എന്നുള്ളതാണ്. അതുകൊണ്ട് അത് വലിയൊരു സ്റ്റഡിയാണ്. ആക്ച്വലി ഇത് ആരെങ്കിലും ഇതൊക്കെ ടേക്കപ്പ് ചെയ്യണം. ഞാനിത് പറയുന്നത് ഇത് ഒരാളെ കൊണ്ടോ 2 ആളെ കൊണ്ടോ പറ്റില്ല. ആക്ച്വലി ഇതിന് വലിയൊരു ഗ്രൂപ്പ് ഓഫ് പീപ്പിൾ ഷുഡ് സിറ്റ് ടുഗദർ, തിങ്ക് അവേഴ്സ് ടുഗദർ, മേ ബി ഡേയ്സ് ആൻഡ് മന്ത്സ് ടുഗദർ, എന്നിട്ട് വേണം ഒരു സൊല്യൂഷൻ കാണേണ്ടത്. എന്താ ഇതിനല്ല ഓവറോൾ പ്രശ്നം ഞാൻ പറയുന്നത്, ഇത് നമ്മൾ ഒരു കമ്മ്യൂണിറ്റിക്ക് എതിരല്ല. മുസ്ലിം സഹോദരന്മാരോ ക്രിസ്ത്യൻ സഹോദരന്മാരോ ഒന്നും മേൽക്കൊണ്ട് പോകാനല്ല, എല്ലാവരും വേണം. പക്ഷേ നമ്മുടെ ഈ ബാലൻസ് തെറ്റാണ്, ഇംബാലൻസ് ആണ് സംഭവിക്കുന്നത് സമൂഹത്തിൽ. ഒരു സോഷ്യൽ ഇംബാലൻസ് ഹാവ് ഹാപ്പൻഡ് ഇൻ കേരള. അവിടെയാണ് പ്രശ്നം. ആ സോഷ്യൽ ഇംബാലൻസ് കൊണ്ട് ഒരുപാട് പ്രശ്നങ്ങൾ സംഭവിക്കും സമൂഹത്തിൽ. അത് നമ്മളിപ്പോൾ കണ്ടുകൊണ്ടിരിക്കുന്നുണ്ട്, ഇനിയും കൂടുതൽ സംഭവിക്കും. നമുക്ക് പ്രവചനാതീതമായ കാര്യങ്ങളിലേക്ക് കേരള സമൂഹം ഇത്തരത്തിൽ ഇംബാലൻസിന്റെ കൊണ്ട് പോകും. അത് വലിയ പ്രശ്നമാണ്. തീർച്ചയായിട്ടും അതിന് നമുക്ക് പല എന്താ പറയാ ഡോക്യുമെന്റഡ് എവിഡൻസസും മറ്റു പല എക്സാമ്പിൾസും അക്രോസ് ദി വേൾഡ് നമ്മുടെ മുന്നിലുണ്ട്. അപ്പൊ കേരളം അതിഭീകരമായ അത്തരം അവസ്ഥയിലേക്ക് പോകുന്നു എന്ന് ഞാൻ പറയുന്നത് തീർച്ചയായിട്ടും അത്തരത്തിലൊരു കാരണം കൊണ്ടുണ്ട്.